നമസ്കാരം. ജനകീയം 2025 തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു നഗരസഭയാണ് ഗുരുവായൂർ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു നഗരസഭ. നിലവിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് അവിടെ LDF ആണ് ഭരണം കൈയാളുന്നത്. 43 വാർഡിൽ 28 സീറ്റ് LDF-ഉം 12 സീറ്റ് UDF-ഉം 2 BJP-യും 1 സ്വതന്ത്രനും. രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ UDF-നും LDF-നും തുല്യ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നഗരസഭയാണ്. എന്നാൽ പലപ്പോഴും UDF-ന് ഭരണം മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF-ന്റെ പിന്തുണയോടെ LDF-ന് ഭരണത്തിലേറാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയിലെ വികസനങ്ങൾ വിലയിരുത്തുന്നത്, പ്രതിപക്ഷവും ഭരണപക്ഷവും എങ്ങനെ വിലയിരുത്തുന്നു, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ചയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത് ഗുരുവായൂർ നഗരസഭ ചെയർമാനും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ നഗരസഭകളുടെയും ചെയർമാൻമാരുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ M. കൃഷ്ണദാസ്, പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള KP ഉദയൻ, രണ്ടുപേരെയും ഞാൻ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം BJP കൂടി ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് കാരണം അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഗുരുവായൂരിനെ കുറിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചെറിയ റിപ്പോർട്ടിന് ശേഷം നമുക്ക് സംവാദത്തിലേക്ക് തിരിച്ചെത്താം. കേരളത്തിലെ ഏക ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരി 1994 മെയ് 30-നാണ് നഗരസഭയായത്. 1995-ലാണ് ആദ്യ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. UDF വിജയിച്ച് കോൺഗ്രസിലെ പ്രൊഫസർ PK ശാന്തകുമാരി പ്രഥമ നഗരസഭാധ്യക്ഷയായി. കാലാവധി പൂർത്തിയാക്കും മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടമായി. LDF ഭരണം പിടിച്ചെടുത്ത് CPM-ലെ K. മണി നഗരസഭാ അധ്യക്ഷനായി. പിന്നീട് കാൽ നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് LDF-ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2010-ൽ പൂക്കോട്, തൈക്കാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ 43 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഇത് 46-ആയി ഉയർന്നു. 2015-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ശാന്തകുമാരി കൗൺസിലിലെത്തിയത്. LDF-ന് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് LDF ഭരണ തുടർച്ച നടത്തിയത്. ഇതോടെ UDF-ന്റെയും LDF-ന്റെയും ഭരണ കാലയളവിൽ ചെയർപേഴ്സണായെന്ന ബഹുമതി ശാന്തകുമാരിക്ക് സ്വന്തമായി. നിലവിൽ CPM-ലെ M. കൃഷ്ണദാസ് ചെയർപേഴ്സണും CPI-ലെ അനിഷ്മ ഷാനോജ് വൈസ് ചെയർപേഴ്സണുമാണ്. അസാധ്യം എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ കാലഘട്ടമാണിതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇതിൽ ആദ്യ വിരൽ ചൂണ്ടുന്നത് റെയിൽവേ മേൽപ്പാലത്തിലേക്കാണ്. ഗുരുവായൂരിലെ വലിയൊരു ഗതാഗതക്കുരുക്കിനാണ് മേൽപ്പാലം വന്നതോടെ പരിഹാരമായത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 25 കോടിയോളം രൂപ ചെലവിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ പാലം നാടിന് സമർപ്പിച്ചത്. ഇതോടെ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മേൽപ്പാലമെന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തമായി. പ്രതിവർഷം 3.5 കോടി തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രനഗരിയിലെ മാലിന്യമായിരുന്നു നഗരസഭയുടെ മറ്റൊരു തലവേദന. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയിലൂടെ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്ത് പൂർണ്ണത കൈവരിക്കാനായെന്ന് ഭരണ നേതൃത്വം അടിവരയിട്ട് സമർത്ഥിക്കുന്നു. അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2021 നവംബർ 16-നാണ് പദ്ധതി കമ്മീഷൻ ചെയ്തത്. 2022 ഏപ്രിൽ 16-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 21 കോടിയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. 3 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ദ്രവമാലിന്യ സംസ്കരണശാലയിലൂടെ നഗരത്തിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ തുടങ്ങി. കാലങ്ങളായി മാലിന്യമലയായി കിടന്നിരുന്ന ശവക്കോട്ട എന്നറിയപ്പെടുന്ന ചൂൽപ്പുറം ട്രെഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി മാറ്റിയത് LDF ഭരണസമിതിയുടെ വിജയ കിരീടത്തിലെ പൊൻതൂവലായി. ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി. റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു. അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച കൈവരിയോടുകൂടിയ നടപ്പാതയും തെരുവ് വിളക്കുകളും ക്ഷേത്രനഗരിയുടെ തിളക്കത്തിന് പത്തര മാറ്റുകി. നഗരം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് അമൃത് പദ്ധതിയിൽ കാന നിർമ്മിച്ച് പരിഹാരം കണ്ടു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ചതോടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂരിനെ തേടിയെത്തി. തുടർച്ചയായി 2 തവണ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി. സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം
ആർദ്ര കേരളം പുരസ്കാരം, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പുരസ്കാരം എന്നിവയും ലഭിച്ചു. 1,14,50,000 രൂപയാണ് പുരസ്കാര തുക ഇനത്തിൽ ഗുരുവായൂർ നേടിയെടുത്തത്. ഉദ്ഘാടനത്തിന്റെ വക്കിലെത്തിയ ആധുനിക ബസ് ടെർമിനൽ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, അമ്യൂണിറ്റി സെന്റർ, ഷീ സ്റ്റേ ഹോം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവയാണ് നഗരസഭയുടെ മറ്റു പ്രധാന വികസന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. കുടിവെള്ള വിതരണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാനായി. ഈ സാഹചര്യത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചരിത്ര വിജയം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. LDF സർക്കാരിന്റെ കോട്ടങ്ങൾ ആയുധമാക്കി UDFും NDAയും തെരഞ്ഞെടുപ്പ് പോർമുഖത്തുണ്ട്. ഇതെല്ലാം PRO വർക്കിലൂടെ പൊലിപ്പിച്ച് കാട്ടുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അഴിമതി നിറഞ്ഞ ഭരണമെന്ന് UDF വാദം കടുപ്പിക്കുമ്പോൾ NDA പറയുന്നത് ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് പദ്ധതിയിലൂടെയാണെന്നാണ്. 3 മുന്നണികളിലും വിമതശല്യവും കാൽവാരലും ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയുമുണ്ട്. ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ്. ആധ്യാത്മിക നഗരമായ ഗുരുവായൂരിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അവസരത്തിനു വേണ്ടി സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലായപ്പോൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും പുറകെയുണ്ട്. നമുക്ക് ഭരണപക്ഷത്തു നിന്ന് തുടങ്ങാം. ശ്രീകൃഷ്ണദാസ്, ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമല്ല പരിഗണിക്കേണ്ടത്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയാണ്. അതായത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൂടിയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ അനിവാര്യമാണ്. അത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നന്നായി നടത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് താങ്കൾക്കുള്ളത്? കഴിഞ്ഞ 5 വർഷം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്ന നാളുകളാണ്. 5 വർഷം എന്ന് പറയുന്നതിനൊരു പരിമിതിയുണ്ട്. ഈ കൗൺസിലിന് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു 3.5 വർഷമാണ്. ആദ്യത്തെ 1.5 വർഷം ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കോവിഡ്, അതിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും. 1.5 കൊല്ലം അതായിരുന്നു. പിന്നീട് കിട്ടിയ 3.5 വർഷം കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങളിവിടെ ചോദിച്ച ചോദ്യം, ഗുരുവായൂരിൽ വന്നു പോകുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നഗരസഭ അഭിമുഖീകരിച്ചത്? അതിൻ്റെ ഉത്തരത്തിൽ ഒന്ന് നിങ്ങൾ നേരത്തെ കാണിച്ച റിപ്പോർട്ടിൽ തന്നെയുണ്ട്. 3 കോടിയിലധികം ആളുകൾ വന്നു പോകുന്നു എന്നതാണ് ഗുരുവായൂരിലെ ഒരു പഴയ കണക്ക്. അന്ന് ആ കണക്കെടുക്കുമ്പോൾ 3 കോടി എന്നത് കേരളത്തിലെ ജനസംഖ്യയ്ക്ക് സമാനമായ ഒരു ജനസഞ്ചയമാണ്. ഒരു വർഷം കേരളം ഗുരുവായൂരിൽ കേന്ദ്രീകരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ പ്രശ്നം. ഒരു 25 കൊല്ലം മുമ്പ് ഗുരുവായൂരിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മാലിന്യ കൂനകൾ, മാലിന്യ കൂമ്പാരങ്ങൾ, എന്തിനധികം മനുഷ്യ വിസർജ്യം പോലും ക്ഷേത്ര പരിസരത്തും മറ്റ് പ്രദേശങ്ങളിലും കാണാം. ശബരിമല സീസണൊക്കെ ആയാൽ അത് അതീവ ദുസ്സഹമാണ്. എന്നാൽ ഇന്ന് പൂർണ്ണമായിട്ടും ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഗുരുവായൂർ നഗരസഭ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ODF എന്ന് പറയുന്ന പദവി നേടി. ODF എന്ന് പറയുന്ന വെളിയിട വിസർജ വിമുക്ത നഗരസഭ. പിറ്റത്തെ വർഷം ODF പ്ലസ് ആയി. ഈ വർഷം ODF പ്ലസ് ആയി. എന്ന് പറഞ്ഞാൽ വെളിയിട വിസർജ വിമുക്ത മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം നഗരസഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് വെറുതെ കഴിഞ്ഞതല്ല. നേരത്തെ നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞ അമ്യൂണിറ്റി സെൻറ്റർ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ, ഇതിലൂടെയെല്ലാം ഇവിടെ എത്തിച്ചേരുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ പണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പടിഞ്ഞാറ് നടയിലാണ് ബസ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയാണിപ്പോൾ 4 നിലയിലായി അമ്യൂണിറ്റി സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വലിയ പരിഗണന മുനിസിപ്പാലിറ്റി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 അമ്യൂണിറ്റി സെൻറ്ററും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററും സ്ഥാപിച്ചതും. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായിട്ടാണ് സെൻട്രലൈസ്ഡ് AC ഡോർമിറ്ററിയുള്ള ഒരു സ്ഥാപനം നഗരസഭ നേരിട്ട് നടത്തുന്നത്. വേറൊരു നഗരസഭ അങ്ങനെ നടത്തുന്നില്ല. അന്വേഷിച്ചാൽ അറിയാം. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ചെലവ് ചുരുങ്ങിയ നിലയിൽ അവർക്ക് സുഖമായി താമസിച്ച് ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെന്നുള്ളതാണ്
ഈ വരുന്ന തീർത്ഥാടകരെ പരിഗണിച്ച ഒരു കാര്യം. മറ്റൊന്ന്, തീർത്ഥാടകരിൽ ഒരു 80% സ്ത്രീകളാണ്. ഇവിടെ വന്നു പോകുന്ന സ്ത്രീകളിൽ എല്ലാവർക്കും ഏത് രാത്രി വന്നാലും അവർക്ക് ഒറ്റയ്ക്ക് പോയി താമസിക്കാനുള്ളൊരു സൗകര്യം ഗുരുവായൂരുണ്ടായിരുന്നില്ല. ഗുരുവായൂർ ദേവസ്വത്തിന് പോലും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ ശ്രമിക്കാഞ്ഞിട്ടാവില്ല. അവർ വേണമെങ്കിൽ ഇനി അവർ വിചാരിച്ചാൽ ഇതിലൊക്കെ കൂടുതൽ കഴിയും. പക്ഷേ നഗരസഭ അത് കണ്ടു. അതുകൊണ്ടാണ് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 5 നിലകളിലായി മനോഹരമായിട്ടുള്ള ഷീ സ്റ്റേ ഹോം. ഏതൊരു സമയത്ത് വന്നാലും സ്ത്രീകൾക്ക് സധൈര്യം അവിടെ വരാം. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അവിടെ താമസിക്കാം. അവിടെ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന തീർത്ഥാടകരുടെ എല്ലാ പ്രശ്നങ്ങളും കാണാൻ ഈ നഗരസഭ തയ്യാറായി. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരുവായൂരിലെ ഒരു പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. 1975 ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ കൗൺസിൽ തന്നെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പൊളിച്ച് പണിതാൻ തീരുമാനിച്ചു. 95 കൗൺസിൽ. പക്ഷേ നടന്നില്ല. കാരണങ്ങൾ പലതുണ്ടാവും. കുറേ കൊല്ലം കഴിയുന്നതോടുകൂടി ബസ് സ്റ്റാൻഡിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. അതിൻ്റെ മേൽക്കൂരയിൽ നിന്നും സിമൻറ്റൊക്കെ കടന്നു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റാൻ തുടങ്ങി. പല സന്ദർഭങ്ങളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മാറി മാറി വന്ന എല്ലാ കൗൺസിലുകളും കഴിഞ്ഞ 95 മുതൽ 2000 വരെ UDFൻ്റെ കൗൺസിലായിരുന്നുവെങ്കിൽ 2000 മുതൽ LDF കൗൺസിലാണ്. ഈ കൗൺസിലുകൾ വലിയ ശ്രമം നടത്തി. പക്ഷേ ഇതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വരും. അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രയാസം കൊണ്ടാവാം പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അത് വിജയത്തിലെത്തിയിരുന്നില്ല. കഴിഞ്ഞ കൗൺസിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി അത് ഏറ്റെടുത്തു. അവിടെയുള്ള മുഴുവൻ കച്ചവടക്കാർക്കും ബദൽ സംവിധാനം ഏർപ്പെടുത്തി. ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്ത് ട്രാഫിക് സംവിധാനം കൈകാര്യം ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കി, പ്രത്യേക ബസ് സ്റ്റാൻഡുകളുണ്ടാക്കി, ആളുകൾക്ക് വന്നാൽ ബസ് കയറാൻ പ്രത്യേക ഷെൽട്ടറുകളുണ്ടാക്കി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ 90% കഴിഞ്ഞു. അടുത്ത കൗൺസിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുന്നംകുളം ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് അറിയണതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ബസ് സ്റ്റാൻഡാണ്. പക്ഷേ കുന്നംകുളത്തുള്ള ബസ് സ്റ്റാൻഡിനേക്കാൾ കൂടുതൽ സൗകര്യം. എന്താ കാരണം വെച്ചാൽ കുന്നംകുളം ബസ് സ്റ്റാൻഡ് അതിന് രൂപകൽപ്പന നടത്തിയ അതേ ആർക്കിടെക്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ചില പരിമിതികൾ കൂടി മനസ്സിലാക്കി അത് അല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാവാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ വേണ്ടു. ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരെ എല്ലാ നിലയിലും കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീ KP ഉദയൻ, കഴിഞ്ഞ 3.5 വർഷം, അദ്ദേഹം പറഞ്ഞു 1.5 വർഷം കോവിഡ് ആയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ 3.5 വർഷം കൊണ്ട് ഗുരുവായൂരിനെ ഒരു സമഗ്ര വികസനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവർ പങ്കുവച്ചത്. എങ്ങനെയാണ് പ്രതിപക്ഷം അതിനെ വിലയിരുത്തുന്നത്? കഴിഞ്ഞ 3.5 വർഷം എന്ന് പറയുന്നത് ശരിയല്ല. ഈ ചെയർമാനും അല്ലെങ്കിൽ ഈ ചെയർമാൻ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള 25 വർഷത്തെ ഭരണമാണ് ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത്. ചെയർമാൻ കണ്ണടച്ചാൽ ചെയർമാന് മാത്രമേ ഇരുട്ടാവൂ. ഗുരുവായൂരിലെ മുഴുവൻ ജനതയ്ക്കും അത് ഇരുട്ടാവില്ല. ആദ്യം തന്നെ ഒരു വിയോജിപ്പ് നിങ്ങളോട് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിതിന്റെ തുടക്കത്തിൽ ആമുഖമായി കാണിച്ചിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ഗുരുവായൂരിനെ പൂന്തോട്ടമാക്കി, ഗുരുവായൂരിനെ സ്വർഗമാക്കി എന്നൊക്കെ. ഗുരുവായൂർ ക്ഷേത്ര ഇട്ടാവട്ടം അല്ലെങ്കിൽ നഗരസഭയുടെ മൂക്കിന് ചുവടെയുള്ള പ്രദേശം മാത്രമല്ല ഗുരുവായൂർ നഗരസഭ എന്ന് പറയുന്നത്. വിശാല നഗരസഭയാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വലിയ തോടും, ഗുരുവായൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലാശയമായ വലിയ തോടും മാലിന്യ സംസ്കരണത്തിൽ ഇവർ 100% മേനി നടിക്കുമ്പോൾ ആ ചക്കങ്കണ്ടം പ്രദേശവും ഗുരുവായൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള റോഡുകളും കാനകളും മാലിന്യം കുമിഞ്ഞുകൂടിയതും ചെയർമാൻ ഇപ്പോൾ അവകാശപ്പെട്ട വെളിയിട വിസർജ്യ മാലിന്യ മുക്തം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്താണെന്നുമൊക്കെ ഗുരുവായൂരിന്റെ പല പ്രദേശങ്ങളിലൂടെയും നിങ്ങളും നിങ്ങളുടെ ലേഖകനും ക്യാമറാമാനും കൂടി പോയാൽ അതുകൂടി ഇതിനൊന്ന് ആമുഖമായി കാണിക്കേണ്ടതായിരുന്നു. അത് കാണിച്ചില്ല എന്നുള്ള വിയോജിപ്പാണ് ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയത്. മറ്റൊന്ന് പറയുന്നത് 25 വർഷം കൊണ്ട് ഒരു നഗരം, ഒരു നഗരസഭാ സംവിധാനം, വികസനം ഉണ്ട് എന്നിവർ അവകാശപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ? വികസനം എന്ന് പറയുന്നത് ഇതാണോ, ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടത്? ഇവർ അവകാശപ്പെടുന്ന പല വികസനങ്ങളും വെറും ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇവർ തൊലിപ്പുറത്ത് ചികിത്സകളാണ് നടത്തുന്നത്. ഇവർ പറയുന്ന അവാർഡുകൾ വാങ്ങിയ കഥയൊക്കെ ചെയർമാൻ സൂചിപ്പിച്ചു. ഈ അവാർഡ് പ്രഖ്യാപിച്ചതല്ലാതെ ഗുരുവായൂർ നഗരസഭയ്ക്ക് ഒരു പൈസ ഈ പ്രഖ്യാപിച്ച
അതോറിറ്റിയുടെ കയ്യിൽ നിന്നും കിട്ടിയതായി എനിക്കറിയില്ല. ഇനി അത് സ്വകാര്യമായി വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിലാണ് ഇവരുടെ അവാർഡ് പ്രഖ്യാപനങ്ങളൊക്കെ. മറ്റൊന്ന്, ഗുരുവായൂരിന്റെ മുഴുവൻ പ്രദേശങ്ങളും പരിശോധിക്കണം. ജനങ്ങൾ എത്രമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്നു. സമയബന്ധിതമായി ഇവർക്ക് എന്ത് വികസനമാണ്. ഈ 5 വർഷം മാത്രമല്ല, 25 വർഷമായി ഒരു വികസനം എന്ന് പറയുമ്പോൾ ജനങ്ങളെ കുറെ കാലം ദുരിതത്തിലാഴ്ത്തി അവസാനം ഒരു തേൻ ചുണ്ടിൽ തേച്ചു കൊടുക്കുന്നത് പോലെയുള്ള ഒരു സന്തോഷിപ്പിക്കുന്ന വികസനമല്ല വേണ്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ജനങ്ങളെ പൊറുതിമുട്ടിക്കാത്ത രീതിയിൽ ഒരു വികസനം നാടിന് സമർപ്പിക്കാൻ ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് അതിന് 100% ഉത്തരം പറയാൻ കഴിയും. അത് മേൽപ്പാലമാണ്. മേൽപ്പാലത്തിന്റെ കാലഘട്ടത്തിലൊക്കെ എത്രമാത്രം ജനങ്ങളെ ഇവർ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. സമയബന്ധിതമായിട്ടുള്ള ഒരു വികസനം നടത്തുമ്പോഴാണ് അതൊരു വികസനമായി മാറുക ജനങ്ങളുടെ മുന്നിലേക്ക്. ജനങ്ങളെ ഒരുപാട് കാലം ദുരിതത്തിലാക്കി അത് വികസനമാക്കി എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഒരു യാഥാർത്ഥ്യമുള്ളത്? 25 വർഷം അല്ലെങ്കിൽ 30 വർഷമായിട്ട് ഗുരുവായൂരിൽ ഒരു മേൽപ്പാലം അനിവാര്യമല്ലേ? അത് നടന്നു. അതിന് അത്രമാത്രമേ കാണേണ്ടതുള്ളൂ. അല്ലാണ്ട് ഇവർ കൊട്ടിഘോഷിക്കുന്നത് പോലെ അത് ഇവരുടെ വലിയ നേട്ടമായിട്ടൊന്നും കാണേണ്ടതില്ല. ജനം അതിനങ്ങനെ കാണുന്നുമില്ല. മറ്റൊരു കാര്യം, ഇവർ പറയുന്ന മാലിന്യ സംസ്കരണത്തിന്റെ പൂങ്കാവനമാക്കിയ സ്ഥിതി. ഈ ക്യാമറാമാനും റിപ്പോർട്ടറും ഒന്ന് ആ ബയോ പാർക്ക്, ഞാനും അതിനെ ബയോ പാർക്ക് എന്ന് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പഴയ ശവക്കോട്ട എന്ന് വിളിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഗുരുവായൂരിൽ പൊതുപ്രവർത്തനം രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ ആ രീതിയിൽ ആഗ്രഹിക്കുന്നത്. അവിടെ പോയാൽ നിങ്ങളുടെ ക്യാമറയ്ക്കോ നിങ്ങളുടെ മൈക്കിനോ അവിടെ ഗന്ധം പിടിച്ചെടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരു മിഷൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ക്യാമറയ്ക്കും ഈ മിഷനും അതില്ലല്ലോ. അത് ദുർഗന്ധമാകട്ടെ സുഗന്ധമാകട്ടെ, അതിനടിയിൽ മുഴുവൻ ഇപ്പോഴും മാലിന്യം. തൊലിപ്പുറത്ത് ചികിത്സ എന്നാണ് ഞാൻ പണ്ട് നിങ്ങളുടെ ഒരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചത്. കേവലം തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് CPM-ഉം ഇടതുപക്ഷവും ഗുരുവായൂർ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1% പോലും അതിൽ അതിശയോക്തിയില്ല. കാരണം ആ പാർക്ക് സൃഷ്ടിച്ചതിന്റെ മുകളിൽ അവിടെ ബയോ പാർക്ക് എന്നിവർ അവകാശപ്പെടുന്നതിന്റെ മുമ്പിൽ താഴെ പഴയകാലം മാലിന്യം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ ആ പരിസരത്തുള്ള വീടുകളിലെ കിണറുകളിലെ വെള്ളങ്ങൾ കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ഞാൻ ആ വഴിയിലൂടെയാണ് കടന്നു വന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം അറിയാം, ആളുകൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും മൂക്കുപൊത്തി പോവാണ്. ചുൽപ്പുറം എത്തി എന്ന് അവിടെ എത്തിയ ബസ്സിലെ കണ്ടക്ടർമാരൊന്നും ഇപ്പോഴും പറയണ്ട, ആ സ്റ്റോപ്പ് പ്രഖ്യാപിക്കണ്ട. ചുൽപ്പുറം എത്തി എന്ന് ഇപ്പോഴും ദുർഗന്ധമാണ്. അങ്ങനെയാണോ ഒരു പ്രദേശത്തിന് വികസനം നൽകേണ്ടത്? പുറമെ കുറെ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വികസനമല്ല. ജനങ്ങളെ ജീവിതത്തിൽ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുകയുമാണ് ഉണ്ടായത്. കുടിവെള്ള പ്രശ്നം ഇവർ അവകാശപ്പെട്ടു. 5000 കുടിവെള്ള കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവരൊരു സ്റ്റേറ്റ്മെന്റും ഇവരുടെ വാർത്തകളും നഗരസഭ ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ളതുണ്ട്. ഞാൻ അതിന്റെ തെളിവ് വരെ ഹാജരാക്കാൻ തയ്യാറാണ്. ഇവർ ഒഫീഷ്യലായിട്ട് ഇറക്കിയത് കേവലം 46 വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്താണ്. കരിവന്നൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചക്കങ്കണ്ടം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം, ഗുരുവായൂരിലെ മാലിന്യം ഒഴുകുന്ന വലിയ തോടിന്റെ പ്രശ്നങ്ങൾ, മാലിന്യം ജൈവ മാലിന്യ ശേഖരണത്തിൽ ഇവർ ജനങ്ങളുടെ തലയിൽ ഏൽപ്പിച്ച ഫീസ് വർധനവ്, ഗുരുവായൂരിലെ വീട്ടുനികുതി വർധനവ്, പ്ലാൻ പാസ്സാക്കാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫീസ് അടവിന്റെ വർധനവ് തുടങ്ങി സമസ്ത മേഖലയിലും ഇവർ ഗുരുവായൂരിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയ ഒരു ഭരണ സംവിധാനമാണ് ഇവരുടെ എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. അതിന്റെ പ്രതിഫലനം ഈ വരാൻ പോകുന്ന ഡിസംബർ 11 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി ഇവർക്ക് അനുഭവിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീകൃഷ്ണദാസ്, അദ്ദേഹം പറഞ്ഞ ആ ഒരു വാചകം തന്നെ ഞാൻ കടമെടുക്കുകയാണ്. തൊഴിൽപ്പുറത്തെ ചികിത്സ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ വലിയ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് അവിടെ കൊണ്ടുവന്നതെന്ന് താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ചക്കങ്കണ്ടം അതുപോലെ തന്നെ ബയോ പാർക്കിനെ കുറിച്ചൊക്കെ അതായത് മൂക്കുപൊത്തി നടക്കേണ്ട ഒരു വലിയ സ്ഥിതിയാണ് അവിടെയുള്ളത്. ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. എങ്ങനെയാണ് ഈ ആരോപണത്തോടുള്ള മറുപടി? അത് പ്രതിപക്ഷത്തിൻ്റെ കുറ്റപ്പെടുത്തൽ മാത്രമായിട്ട് തന്നെ അതിനെ കാണാൻ കഴിയുള്ളൂ. വസ്തുത എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ, ഞങ്ങളാരും വേണ്ട, നിങ്ങൾ പോയി നോക്കിയോളൂ. ഇവിടെ ഗുരുവായൂരിൽ കഴിഞ്ഞ 25 വർഷം മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് പറഞ്ഞാൽ അത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിനപ്പുറം വേറൊന്നുമില്ല. ഗുരുവായൂരിലെ ചക്കങ്കണ്ടം, ഇവർ പറഞ്ഞു ചക്കങ്കണ്ടത്ത് പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയാം. അഴുക്കുചാൽ പദ്ധതി
അരനൂറ്റാണ്ട് കാലമായി ഗുരുവായൂരിലെ ജനത ആഗ്രഹിച്ചൊരു സാധനമാണ്. അരനൂറ്റാണ്ട് കാലം 976 അഴുക്കുചാൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും അരനൂറ്റാണ്ട് കാലമായിട്ട് അത് നടന്നില്ല. ഗുരുവായൂർ പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ മലിനജല സംസ്കരണത്തിനൊരു സംവിധാനം വേണം എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു ആവശ്യമാണ്. അരനൂറ്റാണ്ട് മുമ്പ് അത്തരമൊരു പദ്ധതി രൂപകൽപ്പന നടത്തി പല കാരണങ്ങളാൽ അതിന് നടന്നില്ല. എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി അത് കമ്മീഷൻ ചെയ്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൃത്യമായി ഇടപെട്ട് എന്ത് വന്നാലും ഈ അഴുക്കുചാൽ പദ്ധതി കമ്മീഷൻ ചെയ്യണം എന്ന് തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ചെയ്തത്. കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ മലിനജല പ്രശ്നം പരിഹരിക്കപ്പെട്ടോളന്നില്ല. എന്തുകൊണ്ട്? ഇത് 1977 രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ്. അന്നത്തെ ഗുരുവായൂരല്ല ഇന്നത്തെ ഗുരുവായൂർ. അതിൻ്റെ നെറ്റ്വർക്ക് എല്ലാ ഭാഗത്തും പോയിട്ടില്ല. എന്നാൽ നഗരപ്രദേശങ്ങളിലെല്ലാം നെറ്റ്വർക്ക് പോയിട്ടുണ്ട്. 150-ലധികം ലോഡ്ജുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളിലെ മലിനജലം എല്ലാം ഇപ്പോൾ ഇതിലൂടെയാണ് ഒഴുകിപ്പോയി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോയി ട്രീറ്റ് ചെയ്ത് അതിൻ്റെ ശുദ്ധജലം ചക്കങ്കണ്ടം പുഴയിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ മലിനജലത്തിൻ്റെ അളവ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം പൂർണ്ണമാവില്ല. എന്തുകൊണ്ട്? നെറ്റ്വർക്ക് വ്യാപിക്കണം. ഗുരുവായൂർ മാറി. പഴയ ഗുരുവായൂർ 25 വർഷം കൊണ്ട് ഗുരുവായൂർ വലിയ തോതിൽ മാറി. അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഈ വർഷത്തെ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വന്നാൽ ഗുരുവായൂരിൽ മലിനജലത്തിൻ്റെ പ്രശ്നത്തിനും പരിഹാരമാവും. ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മാതൃകയാണ് ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയ്ക്ക് ദേശീയ അടിസ്ഥാനത്തിലുള്ള അംഗീകാരങ്ങൾ തന്നെ അതിന് തെളിവല്ലേ? ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് എന്ന് പറയുന്ന കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം ഒരു മത്സരം സംഘടിപ്പിച്ചു. അതിൽ 8 നഗരങ്ങളെ വിവിധ കാറ്റഗറികളിലായി 8 നഗരങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആ 8 നഗരങ്ങളിൽ 2 നഗരം കേരളത്തിലാണ്. അതിലൊന്ന് ആലപ്പുഴയാണെന്ന് ഗുരുവായൂരാണ്. ഗുരുവായൂരിലുണ്ടായ മാറ്റം കണ്ടുകൊണ്ടാണ് ആ അംഗീകാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സ്വച്ഛ സർവേഷൻ, ശുചിത്വ സർവേ, ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ ആകെയുള്ള 4000-ലധികം നഗരങ്ങളിലെ 100 നഗരങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 10 കേരളമാണ്. അതിലൊരു നഗരസഭ ഗുരുവായൂരാണ്. ഇതിൻ്റെയൊക്കെ അംഗീകാരം തരുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ കേരളത്തിന് മാതൃകയാണ്. ബഹുമാനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. അദ്ദേഹം ബ്രഹ്മപുരം ഒരു അവസരമായി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ ശുചിത്വ നാടാക്കി മാറ്റുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാർ ഇതിന് ഒരുപാട് നല്ല മാതൃകകൾ കേരളത്തിൽ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലുള്ളൊരു പ്രധാനപ്പെട്ട മാതൃകയാണ് ഗുരുവായൂർ. ഗുരുവായൂരിൻ്റെ പഴയ കഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ ഇപ്പോൾ പൂങ്കാവനമായി ആ സ്ഥലം, ഇതുപോലെ ബ്രഹ്മപുരത്തെ നമുക്ക് മാറ്റണം സാർ എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് കേൾക്കുമ്പോൾ ഗുരുവായൂരിൽ മാറ്റമുണ്ടായതുകൊണ്ടാണ്. ഗുരുവായൂർ ഉദയൻ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അവിടെ എല്ലാ മാലിന്യവും താഴെ ഇട്ട് അതിൻ്റെ മീതെയാണ് കെട്ടിയിട്ടുള്ളത്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. 2005-10 കൗൺസിലിൻ്റെ കാലത്താണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. IRTC എന്ന് പറയുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച ഒരു ഏജൻസിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്നത്. അവരന്ന് നടത്തിയ ഒരു ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാലിന്യം ഒരു പ്രദേശത്തേക്ക് കൂട്ടിയിട്ട് അതിൽ പ്രത്യേക ടാർപോളിൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് അതിൽ മാലിന്യം മുഴുവൻ കൊണ്ടുപോയാക്കി ബാക്കിയുള്ള സ്ഥലം അതങ്ങനെ ഒരു മാലിന്യ സംസ്കരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. മൈനിങ് ചെയ്യാൻ കഴിയും, പല രീതിയിലും ചെയ്യാൻ പറ്റും. ഗുരുവായൂരിന് ചേർന്ന വിധത്തിൽ അത് മനോഹരമാക്കി എന്നുള്ളതാണ്. 3.5 ഏക്കർ ഭൂമിയാണത്. 3.5 ഏക്കർ ഭൂമി പൂർണ്ണമായും മാലിന്യമലയായി മാറിയിരുന്നൊരു ഭൂമി. ദുർഗന്ധം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം. മാലിന്യം നിറഞ്ഞു കവിഞ്ഞത് മാത്രമല്ല, അവിടെ അഴുകിയ മൃഗങ്ങളുടെ അവശിഷ്ടവും എല്ലാം ചെന്നിരുന്നൊരു സ്ഥലം. ഇന്ന് ആ സ്ഥലം മാറിയില്ലേ? ഒരു ഭാഗം പൂന്തോട്ടമായി മാറി, കുട്ടികളുടെ പാർക്കായി മാറി, ഒരു ഭാഗം വഴിയോര വിശ്രമ കേന്ദ്രമായി. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ
ഗ്യാസ് ക്രെമറ്റോറിയം സ്ഥാപിച്ചത് ഗുരുവായൂർ നഗരസഭയിൽ ആദ്യത്തെ. ഇപ്പോൾ ആ ഗ്യാസ് ക്രെമറ്റോറിയം നിൽക്കുന്ന സ്ഥലം കണ്ടാൽ അതൊരു ക്രെമറ്റോറിയമാണെന്ന് പോലും തോന്നില്ല. അതിൻ്റെ ഒരു ഭാഗം വഴിയോര വിശ്രമ കേന്ദ്രമായി. ജനങ്ങൾ വെറുത്തിരുന്നൊരു പ്രദേശത്തെ ജനസൗഹാർദ്ദ മേഖലയാക്കി മാറ്റിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ഗുരുവായൂർ കേരളത്തിന് മാതൃകയാവുന്നു. ഇത് ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിവിധ നഗരസഭകളിലെ ആളുകൾ അവിടെ കാണാൻ വരികയാണ്. എങ്ങനെയാണ് ഒരു ദിവസം 7 ടൺ ജൈവമാലിന്യമാണ് വളമാക്കി മാറ്റി അത് കർഷകർക്ക് കൊടുക്കുന്നത്. എല്ലാ നിലയിലും അത് മാറിയത് കൊണ്ടാണ് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ മികച്ച നേട്ടം നേടി. ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉദയൻ പറയുകയുണ്ടായി, ഇതൊരു എന്താ പറയുക, നേരത്തെ നിങ്ങളും പറഞ്ഞു, ഉദയൻ പറഞ്ഞത് തൊലിപ്പുറത്തെ ചികിത്സ എന്നാണ്, നിങ്ങൾ പറഞ്ഞത് PR വർക്ക് എന്നാണ്. ഇതൊക്കെ യാഥാർത്ഥ്യം എങ്ങനെയാണ് PR വർക്ക് ആവണത്? എൻ്റെ കൂടെ വരണം. ഗുരുവായൂർ മഞ്ഞളാലിൽ നിന്നും ഒരു റൗണ്ട് നമ്മളൊന്ന് നടന്നാൽ ഗുരുവായൂർ നഗരസഭയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ശ്രദ്ധേയമായ തെളിവുകൾ അവിടെ അങ്ങനെ കാണാം. മഞ്ഞളാലിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ. പടിഞ്ഞാറ് നടയിലെത്തിയാൽ അമ്യൂണിറ്റി സെൻറ്റർ. അത് കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷീ ലോഡ്ജ്. അതിൻ്റെ അപ്പുറത്ത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. ഇതെല്ലാം യാഥാർത്ഥ്യമായത് ഈ കാലത്താണ്. ഈ കഴിഞ്ഞ 3.5 വർഷക്കാലത്തിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം പ്രവർത്തനക്ഷമമായത്. അപ്പോൾ നഗരസഭയിൽ നടന്ന വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് ഇത് തുടരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു തുടർ ഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കണം. ഇവരെ 25 വർഷം ഞങ്ങൾ ഭരിച്ച കാര്യം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയാകുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1994 95 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 20 സീറ്റാണ് ഉണ്ടായിരുന്നു. മൃഗീയ ഭൂരിപക്ഷമാണ് UDFന്. മൃഗീയ ഭൂരിപക്ഷം. ആകെയുള്ള 20 സീറ്റിൽ 14 സീറ്റ് UDFന് ലഭിച്ചു. ഇടതുപക്ഷത്തിന് 6 സീറ്റ്. 7 സീറ്റ് ഉണ്ടെങ്കിലാണ് ഒരു അവിശ്വാസത്തിന് പോലും നോട്ടീസ് കൊടുക്കും. പ്രത്യേക മീറ്റിംഗ് വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 7 എണ്ണം വേണം. അതുപോലും ഞങ്ങൾക്കില്ല. നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷം എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തിയ? ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അവിശ്വാസത്തിലൂടെ പുറത്തു പോയിട്ട് പിന്നീട് K മണി ചെയർമാനായി വന്നു. അങ്ങനെയല്ല. അവിശ്വാസത്തിലൂടെ ശാന്തകുമാരി ടീച്ചറെ പുറത്താക്കിയത് UDF തന്നെയാണ്. എന്നിട്ട് UDFൻ്റെ മറ്റൊരു കൗൺസിലറെ ചെയർപേഴ്സണാക്കി എന്ന് പറഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് തമ്മിൽ തല്ലും പരസ്പരമുള്ള വിഴുപ്പലക്കലും ഗുരുവായൂരിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്പരം തമ്മിൽ തല്ലും എല്ലാം കൂടി വന്നപ്പോഴാണ് ടീച്ചറെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി പുതിയ ചെയർപേഴ്സൺ അവർ കൊണ്ടുവന്നത്. ഇതിലാണ് ഗുരുവായൂർ ജനത മനം മടുത്ത് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ടും ഒന്നും ചെയ്യാതെ ഈ തമ്മിൽ തല്ലിയ ഇവരെ ഇനി ഗുരുവായൂരിന് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു 2000-ൽ. ആ തീരുമാനം 25 വർഷമായി തുടരുക. തീർച്ചയായിട്ടും 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് ഗുരുവായൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ തുടരണമെന്നാണ് ഗുരുവായൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ അനുഭവിച്ചെറിഞ്ഞ ഗുരുവായൂരിലെ ജനത ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തുള്ള ഒരു ഭരണ സംവിധാനമായി തുടരാനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ KP ഉദയൻ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ 2000-ൽ നഷ്ടപ്പെട്ട ഭരണമാണ്. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോര് അല്ലെങ്കിൽ മുന്നണി പോര്, ഇതൊക്കെ ഗുരുവായൂരിലെ കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം നമുക്കറിയാം, പലപ്പോഴും ഒപ്പത്തിനോടൊപ്പം കേവലം ഒരു വാർഡിന്റെയൊക്കെ വ്യത്യാസത്തിന് പോലും ഭരണം പിടിക്കാവുന്ന സ്ഥിതി ഉണ്ടായിട്ട് പോലും അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞ 25 വർഷം സാധിച്ചിട്ടില്ല. മാത്രമല്ല, പലപ്പോഴും കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടോടുകൂടി LDFന് ഭരണം കൈയാളുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരാണോ അവിടെ നിങ്ങൾക്ക് ഒരു ഭരണം കൈവിട്ടു പോകാനുള്ള ഒരു കാരണം? ഇതിലിവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ചെയർമാൻ പറഞ്ഞത് മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടൊന്ന് പോകണമെന്നാണ് പറഞ്ഞത്. വലത്തോട്ട് പോവാം. വലത്തോട്ട് മാത്രം പോയാൽ പോരാ. വലത്തോട്ട് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള വലിയ കാനകൾ ഒന്ന് കാണണം. എത്രമാത്രം ദുർഗന്ധം അവിടെ ഉണ്ട്. ആ നഗരസഭയുടെ ഓഫീസിന് മൂക്കിന് ചോടെയുള്ള ഇപ്പോൾ ക്ഷേത്രപ്രവേശന സ്മാരക ഗ്രൗണ്ട് എന്ന് പേരിട്ടുള്ള ആ ഗ്രൗണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും ഈ സ്റ്റുഡിയോയിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ ഒരു ക്യാമറയുമായിട്ട് ഒന്ന് അതുവരെ പോകണം. എന്നെയും ചെയർമാനെയും കൂട്ടണം ദയവ് ചെയ്തിട്ട് കൂടെ. എത്രമാത്രം മലമൂത്ര വിസർജനം അവിടെ ഇപ്പോഴും
വെളിയുടെ വിസർജ മുക്ത നഗരസഭയായ പ്രദേശത്ത് ഇപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് പോയി കാണാം. നമുക്ക് കാണാൻ വലിയ പ്രയാസം ഉറപ്പൊക്കെ ഉണ്ടാവും. സത്യത്തിൽ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഇവിടെ ചെയർമാൻ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ മേൽപ്പാലത്തിന് താഴെ ഒരുപാട് നാടോടികൾ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയതാണ്. അവര് ഭക്ഷണം പാകം ചെയ്യുന്നതും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതും ഒക്കെ ആ ഒരു പാലത്തിന് താഴെയാണ്. അത് മാലിന്യ സംസ്കരണത്തിന് ഇത്രയേറെ അവകാശവാദങ്ങൾ പറയുമ്പോൾ അത് എത്രമാത്രം മാലിന്യ കൂമ്പാരം ഉണ്ടാക്കുന്നു, അതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ? ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നുള്ളൂ. റെയിൽവേ മേൽപ്പാലം പണിതപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിഭാഗം ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഗുരുവായൂർ MLA-യുടെയും നഗരസഭാ കൗൺസിലിൻ്റെയും എല്ലാം കൂടിയാലോചനയുടെ ഭാഗമായി അവിടെ 3 പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. റെയിൽവേ ഗേറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് ഓപ്പൺ ജിം, അതിൻ്റെ നടപടികൾ പൂർത്തിയായിട്ട് വരികയാണ്. മേൽപ്പാലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം അവിടെ ഞങ്ങൾ വിഭാവനം ചെയ്തത് ഫുഡ് സ്ട്രീറ്റ് കോർണർ എന്നാണ്. പല നഗരങ്ങളിലുള്ളതുപോലെ ഇപ്പോൾ ഗുരുവായൂർ നഗരത്തിലെ പല പ്രദേശങ്ങളിലും രാത്രി സമയങ്ങളിലൊക്കെ ആളുകൾ വരുമ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള തെരുവ് കച്ചവടങ്ങളുണ്ട്. അവരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോൾ അതിൻ്റെ നടപടികൾ പൂർത്തിയായി അതിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് കോർണർ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കോർണറാവും. ഇതിൻ്റെ ഗ്യാപ്പിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായ സമയത്ത് അവരെ പിന്നെ ഇവരെ എന്ന് പറഞ്ഞാൽ നാടോടികളാണ്. ഇവർക്ക് ആ സ്ഥലമല്ലെങ്കിൽ അവരെവിടെയാണോ കാണുന്നത് അവിടെ പോയിരിക്കും. ഒരിക്കലും അതങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഈ കൗൺസിലിൻ്റെ അവസാന സമയത്താണ് അതിൻ്റെ മറ്റ് നടപടികൾ പൂർത്തിയായത് എന്നതുകൊണ്ടാണ് അവിടെ ഇത് വൈകിയത്. മിക്കവാറും ഒരു 3 മാസത്തിനുള്ളിൽ ആ ഭാഗം പൂർണ്ണമായും ഒരാൾക്കും അവിടെ വന്ന് ദുരുപയോഗപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ മാറ്റാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഭക്ഷണം പാചകം ചെയ്യുകയും അവരുടെ ഒരു രീതി അനുസരിച്ച് നാടോടികളാണല്ലോ, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് നഗരസഭ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം കൂടി പോയി അവിടെ നിന്ന്. പക്ഷേ ഇവരെ മാറ്റിയാൽ അവർ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. അതാണ് അവരുടെ സ്ഥിതി. ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് അവിടെ വേണ്ടത്. അവിടെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കൽ മാത്രം. ഇവർക്ക് ബദലുണ്ടാക്കി കൊടുക്കലൊന്നും പ്രായോഗികമല്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പലരും പറയുന്നുണ്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടം പണിതിട്ട് അവരത് നിൽക്കില്ല. അവർ നാടോടികളാണ്. അവരുടെ ഒരു രീതിയിൽ തന്നെ അവർ പോകുള്ളൂ. ഗുരുവായൂരിലത് അറിയണതല്ല അവർക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം വൃത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഉടനെ പൂർത്തിയാവുകയും ചെയ്യും. പിന്നെ ഇവിടെ പറഞ്ഞു ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ ഗ്രൗണ്ടിൽ പോയാൽ ദുർഗന്ധം ഉണ്ടാവും. ഇപ്പോൾ ശബരിമല സീസണാണ്. ശബരിമല സീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ വാഹനങ്ങൾ ധാരാളം വന്നു ചേരുകയാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പൊളിച്ചതിൻ്റെ ഭാഗമായി അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ വഴിയോര വിശ്രമ കേന്ദ്രമുണ്ട്. ആ വഴിയോര വിശ്രമ കേന്ദ്രം പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. കാരണം ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചതോടുകൂടി അതിലേക്ക് പൈപ്പൊക്കെ മുറിഞ്ഞു പോയി. മിക്കവാറും ബസ് സ്റ്റാൻഡിൻ്റെ പണിയും ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ളൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഗുരുവായൂർ കിഴക്കേനടയിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം നടത്തി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഗുരുവായൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നൊരു പദ്ധതിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരുപാട് ടോയ്ലറ്റുകളാണ്, കുറച്ചല്ല, അനുശാസിക്കുന്ന വിധത്തിലുള്ള ടോയ്ലറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്ന ആളുകൾക്ക് ഇതിന് ആശ്രയിക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഈ പ്രശ്നമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഈ ഗ്രൗണ്ടിൽ വാഹനങ്ങളുണ്ട്, അവർക്ക് നിലവിലുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ പരിഹരിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടാണ് ഈ കൗൺസിൽ പിരിയുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. ചേർന്ന കുറച്ച് സമയം കൂടുതൽ എൻ്റെ മഞ്ജുലാലിൻ്റെ അവിടെ എത്തിയിട്ടില്ലോട്ടോ നമ്മള്. നേരത്തെ ചെയർമാൻ പറഞ്ഞു മഞ്ജുലാലിൻ്റെ അവിടെ വലത്തോട്ട് പോകാന്ന്. മഞ്ജുലാലിൻ്റെ അവിടെ വലത്തോട്ട് പോയപ്പോൾ വലിയ ഗ്രൗണ്ടിന്റെ കാര്യം ബഹുമാനപ്പെട്ട ചെയർമാൻ പോലും അംഗീകരിച്ചു. തൊട്ടപ്പുറത്ത് പോയ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദീർഘവീക്ഷണമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഭരണത്തിന്റെ വേണ്ട രീതിയിൽ കാഴ്ചപ്പാടില്ലായ്മ എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരും. ഗുരുവായൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് പുതിയതായി വരണം, കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാവണമെന്ന് ഏതൊരു ഗുരുവായൂർക്കാരനും ആഗ്രഹിക്കുന്നതാണ്. അത് ഈ രീതിയിലാണോ ചെയ്യേണ്ടത്? ഗുരുവായൂർ നഗരസഭയിലെ ഒരു ബസ് സ്റ്റാൻഡ് പണിയുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണ്ടേ?
ഗുരുവായൂരിൽ എത്രമാത്രം പാവപ്പെട്ട ആളുകളാണ് തീർത്ഥാടകരായും ടൂറിസ്റ്റുകളായും ഒക്കെ ഗുരുവായൂരിലെത്തുന്നത്. പലരും അവർ റൂട്ട് ബസ്സുകളെ ആശ്രയിച്ചിട്ടാണ് ഗുരുവായൂരിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന ആളുകൾക്ക് ഇന്നൊന്ന് ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ ഒന്ന് നടന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഗുരുവായൂരിന്റെ ബസ് സ്റ്റാൻഡ്, താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ നഗരസഭയുടെ ഒരു 7-8 ലക്ഷം രൂപ ചെലവഴിച്ച് പടിഞ്ഞാറ നടയിൽ ഒരു പഴയ ഒരു ബസ് സ്റ്റാൻഡ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവർ താൽക്കാലികമായി സജ്ജീകരിച്ച് അവിടെ കിടന്നു. ഗുരുവായൂരിന്റെ 7-8 ലക്ഷം രൂപയാണ്, പൊതുപണമാണ്. ഇത് ആരുടെയെങ്കിലും പോക്കറ്റിനെടുത്ത് ചെലവഴിക്കുന്നതല്ല, അതിനൊരു ഉത്തരവാദിത്തമുണ്ട് പൊതുപണം ചെലവഴിക്കുമ്പോൾ. ആ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ച് ഒരു ബസ് പോലും അതിനകത്തേക്ക് കയറ്റി ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ ഒരുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ വീഴ്ചയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞത് ഗുരുവായൂരിലെ അമ്യൂണിറ്റി സെന്റർ വന്നു, ഫെസിലിറ്റേഷൻ സെന്റർ വന്നു, അമൃത് പദ്ധതി, ഇതെല്ലാം ലഭ്യമാകാൻ ഗുരുവായൂരിന് അവസരമൊരുക്കിയ ഒരു മഹാനായ കേരളത്തിന്റെ ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഒരു സ്പെഷ്യൽ ഓർഡറാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക്. കേന്ദ്ര ഫണ്ടുകൾ, കേന്ദ്ര പദ്ധതികൾ ലഭിക്കാൻ വേണ്ടി എല്ലാവിധ മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ടുള്ളതാണ്. അത് ഇവരാരും എവിടെയും ഓർക്കുന്നില്ല, ഓർക്കാഞ്ഞിട്ടല്ല, ഇവരെവിടെയും അത് പ്രതിപാദിക്കുന്നില്ല. അത് എന്താണത് അവരുടെ രാഷ്ട്രീയമായിരിക്കാം. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രതിനിധികൾക്ക് അത്രമാത്രം ചെയ്യാൻ കഴിയും. പക്ഷേ യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിലേക്ക് ഇത്രമാത്രം ഫണ്ടുകൾ എത്തുവാനും ആ ഫണ്ടിലൂടെ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് ചെയ്തു തീർത്ത കുറെ മണ്ടത്തരങ്ങളായിട്ടുള്ള ഇവർ അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചു. മഞ്ഞളാലിന്റെ അവിടുന്ന് വലത്തോട്ട് പോവാം. വലിയ തോടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ദുർഗന്ധമാണ്. വലിയ ഗ്രൗണ്ടിന്റെ കാര്യം ഞാൻ, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെയർമാൻ പോലും അത് നേരത്തെ പാർട്ടി മനസ്സാലെ അംഗീകരിച്ചു. പടിഞ്ഞാറ നടയിലേക്ക് പോയാൽ അവിടെ ഇവര് 2000 നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ തല്ലും വക്കാനും കൊണ്ട് ഭരണം നഷ്ടപ്പെട്ടു. 2000 ഇവർ അധികാരത്തിൽ വന്നു. 2000 അന്നത്തെ ബഹുമാന്യനായ കേരളത്തിന്റെ സമുന്നതനായ നേതാവ് VS അച്യുതാനന്ദനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച ഒരു ഷോപ്പ് മാൾ ഉണ്ടായിരുന്നു. എത്ര വർഷം ആ VS അച്യുതാനന്ദന്റെ പേര് കൊത്തിയ കല്ല് അവിടെ കാക്ക കാഷ്ടിച്ചും ആൾക്കാർ മൂത്രമൊഴിച്ചും നായ മൂത്രമൊഴിച്ചും ആ കല്ലവിടെ കിടന്നു അറിയൂ. ഈ 25 വർഷത്തിനുള്ളിൽ നടക്കാതെ പോയി ആ കാര്യം കൂടി ഇവർ പറയണം. കെ മണിയേട്ടൻ, ഞാനൊക്കെ വളരെ സ്നേഹിക്കും ബഹുമാനിക്കും ചെയ്തിരുന്ന ഒരു ഗുരുവായൂരിലെ പൊതുപ്രവർത്തകനാണ് കെ മണിയേട്ടന്റെ കാലഘട്ടത്തിലാണ് അതവിടെ നടന്നത്. ആ VS അച്യുതാനന്ദന്റെ കല്ല് ഇവരെവിടെ കൊണ്ടുവച്ചിട്ടുള്ളതെന്നെങ്കിലും ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എവിടെയും കാണാനില്ല ആ കല്ല്. VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട് പോയിട്ടുള്ള പടിഞ്ഞാറക്കിലെ ഷോപ്പ് മാളിനെ പറ്റിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവിടുത്തെ ആ റോഡ് നമ്മൾ ചെയർമാൻ ക്ഷണിച്ചിട്ട് നമ്മളവിടെ കൂടെ പോവുകയാണെങ്കിലേ ചെയർമാന്റെ വണ്ടി അവിടെ ബ്ലോക്ക് ആവും. എവിടെ അറിയോ? അപ്പാസ് തിയേറ്ററിലേക്ക് ഇറങ്ങുന്നിടത്തും പടിഞ്ഞാറ നടക്കലും, പിന്നെ അവിടുന്ന് KSRTC മുന്നിലേക്ക് വന്നാലും പോവും. അവിടെ റോഡ് ആകെ 10 മീറ്റർ ഇല്ല. ഗുരുവായൂർ പോലത്തെ ഒരു പ്രദേശത്ത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള ഒരു തീർത്ഥാടന നഗരമായ സ്ഥലത്ത് ഇവരവിടെ ഫുട്പാത്ത് പണിതിരിക്കുക. ആ റോഡിന് വീതി കൂട്ടാൻ പറ്റില്ല. പടിഞ്ഞാറടക്കിൽ വന്ന കോടികൾ മുടക്കിയിട്ട് ബിൽഡിംഗ് അവിടെ പണിത് കഴിഞ്ഞു. ആ ബിൽഡിംഗ് നോക്കൂ. റോഡിന്റെ ഇത്ര മീറ്റർ വിടണം എന്ന് പറയുന്ന നിയമം പോലും ഇവര് അവിടെ പരിപാലിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് ഇവർ വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു, മുൻകാലങ്ങളിൽ 95 മുതൽ 2000 വരെ നഗരസഭയിൽ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി. ശരി തന്നെയാണ്, ഗുരുവായൂരിൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരിച്ചു. അന്ന് ചെയ്തു വെച്ചതല്ലാണ്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു നേട്ടം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു സാധനം ഗുരുവായൂരിൽ ഇവരൊന്ന് കാണിച്ചു തട്ടെ. അന്ന് നിർമ്മിച്ചെടുത്തിട്ടുള്ള പുതിയ റോഡുകൾ, അന്ന് നിർമ്മിച്ച ടൗൺ ഹാള് തുടങ്ങി കുട്ടികൃഷ്ണൻ സ്മാരക മന്ദിരം, ഷോപ്പ് കോംപ്ലക്സ്, ആ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അന്ന് അതിന് തുരങ്കം വെച്ചത് ഇവരാ. അന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തുരങ്കം വെച്ചത് അതിന് ജനകീയാസൂത്രണ കമ്മിറ്റിയുടെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇവരുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട, ഞാനും വളരെ അടുത്തറിയാവുന്ന ഒരാളെ ഇവരെ കമ്മിറ്റിയിൽ പിടിച്ചു വെച്ചിട്ട് അവരാക്കിയതാണ്. അന്ന് തുടങ്ങി ഇവർ പിന്നീട് 25 വർഷം ഇവർ ഭരിച്ചു. ഇന്ന് ഇവർക്ക് ഇത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ വികസനം നടപ്പിലാക്കണ്ടേ? അത് ഇവരെവിടെയാണ് ചെയ്തിട്ടുള്ളത്? ദീർഘവീക്ഷണമില്ലായ്മ, കാഴ്ചപ്പാടില്ലായ്മ ഒക്കെ എന്ന് ചെയർമാൻ നേരത്തെ പറഞ്ഞു തമ്മിത്തല്ലാണെന്ന്. ഇന്നലെ ചെയർമാന്റെ കൂടി പേരിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഗുരുവായൂരിലെ ഏതൊരു ലോക്കൽ കമ്മിറ്റിന്ന് ആരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട്
ചെയർമാൻ നമ്മളെ ഈ വണ്ടി കൊണ്ട് മഞ്ഞളാലൂർ പോവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ചെയർമാൻ ചില ബോർഡുകൾ കാണും ചില സ്ഥാനാർത്ഥികളെ. ചക്കങ്കണ്ടം വാർഡിൽ മത്സരിക്കുന്നത് മീന പ്രമോദ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. UDF സ്വതന്ത്രയാണ് അവര്. ആരാണെന്നറിയോ അവര്? ചെയർമാനെ അറിയില്ല. ഞാനിപ്പോ പേര് പറഞ്ഞപ്പോൾ തന്നെ ചെയർമാൻ അവരെ മനസ്സിലായിട്ടുണ്ടാവും. 2015-20 കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗുരുവായൂർ നഗരസഭയിലെ കൗൺസിലറായിരുന്നു. 5 വർഷം ഇവർക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, കഷ്ടപ്പെട്ട് റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രയത്നിച്ച ഒരു സഹോദരിയാണ് മീന പ്രമോദ്. അവരിപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ചെയർമാൻ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് പുറത്തേക്ക് കടന്ന പേരകം പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. 2015-20 കാലഘട്ടത്തിൽ ഗുരുവായൂർ നഗരസഭയിൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും കുന്തമുനയായി പ്രവർത്തിച്ച പ്രസീത മുരളി. ആ സഹോദരി ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അവരവിടെ 25ഓളം CPM-ന്റെ സഖാക്കളുമായിട്ടാണ് ആ പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കും, സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് തന്നെ, ഇവരുടെ നിലവിലെ വൈസ് ചെയർമാൻ, ഇനി വരാൻ പോകുന്ന ഇവരുടെ സ്വപ്ന ലോകത്തിലെ ചെയർപേഴ്സൺ കാൻഡിഡേറ്റ് എന്നൊക്കെ ഇവർ വിശേഷിപ്പിക്കുന്ന അനീഷ്മ ഷാനാജി, CPI-യുടെ സമന്വിതയായിട്ടുള്ള നേതാവ്, അവർ മത്സരിക്കുന്ന വാർഡിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് വന്ന ആനക്കോട്ട വാർഡിൽ ഇവരുടെ സജീവ സഖാക്കള് ആളുകൾ പാർട്ടിയുമായി തെറ്റി വിമതരായിട്ട് മത്സരിക്കുകയാണ്. കുറച്ച് ഇരിങ്ങപ്പുറത്തേക്ക് പോയാൽ കഴിഞ്ഞ ഇവരുടെ ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ അഭിലാഷ് V. ചന്ദ്രൻ CPI-യുമായും ഇടതുപക്ഷവുമായും തെറ്റി അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഗുരുവായൂർ നഗരസഭയിൽ ഇത്തവണ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വാർഡിലൊഴികെ ബാക്കി എല്ലാ വാർഡിലും CPM-നും ഇടതുപക്ഷത്തിനും റിബൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കോൺഗ്രസിന് കാര്യമായിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നഗരസഭയാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരിച്ച ഒരു നഗരസഭ 21-20. എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത കുറഞ്ഞത്? അത് UDF-ലെ ഒരു പ്രശ്നം തന്നെയാണെന്ന് വിലയിരുത്തപ്പെടേണ്ടത്. അങ്ങനെയല്ല. ജനാധിപത്യത്തിന്റെ മാന്യതയും മഹത്വവും കാത്തു സൂക്ഷിക്കണം, അത് എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും ഐക്യജനാധിപത്യ മുന്നണിക്കാരും. എന്നാൽ അപ്പുറത്തുള്ളവരെ ഒന്ന് നോക്കൂ. ഏത് കാലത്താണ് ഇവർ ജനാധിപത്യത്തെ ഒരു ബഹുമാനത്തോടു കൂടി കണ്ടിട്ടുള്ളത്? ഇവരെല്ലാത്തിനെയും അട്ടിമറിക്കുന്ന ആളുകളല്ലേ, അട്ടിമറിക്കുന്ന വക്താക്കളല്ലേ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തെറ്റിയ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി പിടിച്ചു നിർത്തുക, ഏതെങ്കിലും ഒരു കൗൺസിലറെ ജനപ്രതിനിധിയെ തെറ്റിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി പിടിച്ചു നിർത്തുക, ആ രീതിയിലല്ലേ. 2015 നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താ? 21-20 അല്ലേ? നമുക്കതിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ. ഞങ്ങളുടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് അതിന് വന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ആരെയും ചാക്കിട്ട് പിടിച്ച് ആരെയെങ്കിലും വിലക്ക് വാങ്ങി ഭരണ സംവിധാനം കൈയാളണമെന്ന് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ ആ രീതിയിലെത്തില്ല. അത് ഇനിയുമില്ല. ഇനിയും മതേതരത്വം ഉയർത്തിപ്പിടിച്ച്, ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച്, കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 2025 തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിടുന്നത്. അവിടെയാണ് ഇടതുപക്ഷത്തിനും CPM-നും അടിപതറാൻ പോകുന്നത്. അവിടെയാണ് അവരുടെ കൂടെയുള്ള, അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഗുരുവായൂരിലെ ജനങ്ങൾ അത് ഏത് രീതിയിലാണ് CPM-നെയും ഇടതുപക്ഷത്തെയും കൈകാര്യം ചെയ്തത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. ഞാൻ അതിന്റെ പിക്ചർ ഇപ്പൊ തന്നെ പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭരണം തുടരാൻ ഇനി ഗുരുവായൂരിലെ ജനങ്ങൾ അനുവദിക്കില്ല. അത്രമാത്രം മടുത്തിരിക്കുന്നു, അത്രമാത്രം വെറുത്തിരിക്കുന്നു. ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് പലതും. ഇവരുടെ ആ രാഷ്ട്രീയ രീതിയെയാണ്, ഇവരുടെ ആ രാഷ്ട്രീയ സമ്മർദ്ദത്തെയാണ് ജനം പൊറുതിമുട്ടി ചവിട്ടി പുറത്താക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, ചെയർമാൻ നേരത്തെ പറഞ്ഞതൊന്നുമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹത്തിന് അത് പറഞ്ഞല്ലേ പറ്റൂ. ഈ 13-ാം തീയതി കഴിയുമ്പോൾ ഗുരുവായൂർ നഗരസഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം വരും. ഗുരുവായൂരിൽ ഇതുവരെ കാണാത്ത
വികസന തേരോട്ടം നടത്താൻ അതിലൂടെ ഗുരുവായൂരിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമയക്കുറവുണ്ടെങ്കിലും ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി മറുപടി പറയേണ്ടതുണ്ട്. സമയക്കുറവ് പറ്റില്ല, കാരണം ധാരാളം സമയം നിങ്ങൾ ഉദയന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ചെയർമാൻ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോ നിങ്ങളുടെ ഇടതുപക്ഷത്തില് ഗ്രൂപ്പ് പോര് തകൃതിയായി നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഒരു പിന്തുണയോടെ LDFന് ഭരണത്തിൽ ഏറാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തവണത്തെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നം കോൺഗ്രസിന് അനുകൂലമാവാനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലോ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പേരും എടുത്ത് അതിന്റെ മറുപടി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇതിനെ ധൃതി പിടിക്കുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല. ഗുരുവായൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി തുടർഭരണം 30ാമത്തെ വർഷത്തിലേക്ക് എത്തുമെന്ന കാര്യം അടിവരയിട്ട് ഞാൻ പറയാം. ഇവിടെ പറഞ്ഞു, നിങ്ങളെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ 95 കൗൺസിലിൻ്റെ കാലത്ത് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ തമ്മിൽ തല്ലി അവരെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ കഥ പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി എന്നുള്ള നിലയാണ് ഈ വർഷത്തെ കാര്യം പറയുന്നത്. ഒരു നഗരഭരണം, അവരുടെ ഭൂരിപക്ഷമുള്ള ഭരണം, സ്വന്തം പാർട്ടിക്കാർ അവിശ്വാസം കൊണ്ടുവന്ന ഒരു ചെയർപേഴ്സണെ പുറത്താക്കി മറ്റൊരു ചെയർപേഴ്സണെ സൃഷ്ടിച്ചതും, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളായി വരുമ്പോൾ പല പാർട്ടിയിലുള്ള ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് കേരളത്തിൽ സർവ്വസാധാരണമാണിപ്പോൾ. ഞങ്ങളുടെ തൊട്ടടുത്ത ചാവക്കാട് മുനിസിപ്പാലിറ്റി, അവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി DCCയുടെ ഉദയൻ്റെ നേതാവ് ഉൾപ്പെടെ ആയിരുന്ന, ഒരുപക്ഷെ ഗുരുവായൂർ അർബൻ ബാങ്കിൻ്റെ ദീർഘകാലത്തെ ചെയർമാനായിരുന്ന, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന യതീന്ദ്രദാസ് ഉൾപ്പെടെയാണ്. നിരവധി ആളുകൾ, ഞാൻ പേര് പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചില ആളുകൾ മറുകണ്ഠം ചാടി പോകുന്നതൊക്കെ സാധാരണയാണ്. അതൊന്നും അതിനൊരു ഗൗരവമേ ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ പേരുകൾ എടുക്കൂ. മീന പ്രമോദ് ഇവരുടെ സ്ഥാനാർത്ഥിയാണ്. ഉദയൻ തന്നെ പറയുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയാണ്, അതിൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളെ UDFൻ്റെ സ്ഥാനാർത്ഥിയാക്കി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അഭിലാഷ് വി ചന്ദ്രൻ, അദ്ദേഹം നേരത്തെ വൈസ് ചെയർമാനായിരുന്നു. CPIയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തെ CPI പാർട്ടി പുറത്താക്കി. വൈസ് ചെയർപേഴ്സണായിരുന്ന അനീഷ്മ ഷനോജിൻ്റെ വാർഡിൽ CPIഎമ്മിൻ്റെ ഒരു പ്രതിനിധി മത്സരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പിന്തുണച്ച ലോക്കൽ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. ഞങ്ങളെ പാർട്ടിയൊക്കെ വളരെ സജീവമായി, ഞാനാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾ പലതും പറയും. നിങ്ങളുടെ ഒരു പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ തൊട്ടപ്പുറത്ത് ആ ലോക്കൽ കമ്മിറ്റി വിമത സ്ഥാനാർത്ഥിയുടെ അടുത്തേക്കും പോയി എന്നുള്ളൊരു, അതൊക്കെ ഇതിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നിലവാരത്തിൽ സംസാരിക്കണം. എൻ്റെ രാഷ്ട്രീയം എന്താണെന്നും എൻ്റെ പൊതുജീവിതം എന്താണെന്നും ഗുരുവായൂർക്കാർക്ക് അറിയാം. ഒരു തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ ഈ കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലം പോകാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ വിജയിപ്പിക്കേണ്ടത് അനീഷ്മയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അനീഷ്മ നല്ല ഭൂരിപക്ഷത്തെ വിജയിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടാണ്, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ ഭാഗമായി പിണങ്ങി നിൽക്കുന്ന ചില ആളുകളെ ഇവർ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പോട് കഴിയും. പിന്നെ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ അതിനും കൂടുതൽ പറയുന്നില്ല, ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവായൂരിൽ ഈ വികസനമൊക്കെ വരുന്നതിൽ ബഹുമാനിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ പങ്ക് എനിക്കിത് എത്ര മനസ്സിലാവുന്നില്ല. ഈ കാര്യം ഉമ്മൻചാണ്ടി ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം എന്താ? ഇപ്പോൾ അമൃത് പദ്ധതി 1ാം ഘട്ടം അമൃത് 1 നടപ്പിലാക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അമൃത് പദ്ധതി കേരളത്തിൽ
അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മൂന്നേ നഗരസഭ മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. അതൊന്ന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, ഒന്ന് ആലപ്പുഴ മുനിസിപ്പാലിറ്റി. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേരളത്തിൽ 3 നഗരസഭകളെ ഉൾപ്പെടുത്തിയത്. അതിന് കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ് റോളിലെ സ്വാഭാവികമായിട്ടും അത് കേന്ദ്രാവിഷ്കൃത പദ്ധതി അവർ ഗുരുവായൂർ, ആലപ്പുഴ, പാലക്കാട് ഈ 3 നഗരസഭകളെ ഉൾപ്പെടുത്തി. വളരെ കൃത്യമായ പ്ലാനോടുകൂടി കഴിഞ്ഞ കൗൺസിൽ തന്നെ നല്ല വിശാലമായ പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു. അമൃത് പദ്ധതി നടപ്പിലാക്കിയതിലും കേരളത്തിൽ 1ാം സ്ഥാനത്ത് ഗുരുവായൂർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വൈസ് ചെയർപേഴ്സണും ഡൽഹിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക ക്ഷണം ലഭിച്ചു. എന്തിനാണെന്നറിയോ? അമൃത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ മാറിയപ്പോൾ അവിടെ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ആകെ ക്ഷണം കിട്ടിയ നഗരസഭാ പ്രതിനിധികൾ ഞാനും വൈസ് ചെയർമാനും. എന്ന് പറഞ്ഞാൽ അമൃത് പദ്ധതി ഗുരുവായൂർ നഗരസഭ ഫലപ്രദമായി നടപ്പിലാക്കി. അതിന് ഉമ്മൻചാണ്ടിക്ക് എന്ത് റോള് ഇല്ലയെന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം 1994 ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അന്ന് മുതൽ ഗുരുവായൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് മേൽപ്പാലം. എന്തുകൊണ്ട്? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്ന വണ്ടി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പടുതപ്പോൾ ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലൂടെയാണ് അതിൻ്റെ പ്രധാന പാളം പോകുന്നത്, തൃശ്ശൂർ ഗുരുവായൂർ റൂട്ട്. തീവണ്ടി വന്നാൽ ഗേറ്റ് അടയും. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വണ്ടിയുടെ എണ്ണം കൂടിയപ്പോൾ 30 തവണ 34 തവണയാണ് ഒരു ദിവസം ഗേറ്റ് അടയുക. സ്വാഭാവികമായും നഗരം വീർപ്പുമുട്ടാൻ തുടങ്ങി. ഈ ആവശ്യം ദീർഘകാലത്തെ ആവശ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ കാര്യം, ഞാൻ കൃത്യമായി പറയാം. 2010 നഗരസഭാ ചെയർമാനായിരുന്ന TT ശിവദാസൻ ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇവരിപ്പോൾ പറഞ്ഞ അന്തരിച്ചു പോയ ബഹുമാനായ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റെയിൽവേ മേൽപ്പാലം പണിയുന്ന കാര്യം നമുക്ക് ആലോചിക്കാം, പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആലോചനയിൽ അങ്ങനെ ഒന്നില്ല. അങ്ങനെ ആലോചിച്ചാൽ തന്നെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ടോൾ പിരിക്കാനുള്ള സംവിധാനം വേണം. ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ ടോൾ കൊടുക്കണം, തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ടോൾ കൊടുക്കണം. അത്തരമൊരു കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു മടക്കിയതാണ് TT ശിവദാസൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാനെ 2010. 2015 വീണ്ടും LDF വരികയും 2016 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതിന് ശേഷം അന്നത്തെ MLA ശ്രീ KV അബ്ദുൽ ഖാദർ ഗുരുവായൂരിലെ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഒരു ടോളും വേണ്ട, ഗുരുവായൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമാണ്, സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് 25 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി നടപടികൾ പൂർത്തിയായി. സ്വാഭാവികമായും കുറേ തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളെല്ലാം ഓരോന്നായി എല്ലാം കുരുക്കഴിച്ച് എല്ലാ തടസ്സങ്ങളും നീക്കി നിർമ്മാണോദ്ഘാടനം നടത്തി സമയബന്ധിതമായി. ഇവിടെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഒരു പ്രത്യേക സ്ട്രക്ചറുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു. സമയബന്ധിതമായി നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് കൃത്യസമയത്തിനുള്ളിൽ മേൽപ്പാലം തുറന്നു കൊടുത്തു. ഈ മേൽപ്പാലത്തിനോടൊപ്പം 10 പാലങ്ങൾ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. മറ്റ് പല പാലങ്ങളും ഇപ്പോഴും പാതി പണി കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൻ്റെ MLA നഗരസഭാ അധികൃതർ ഞങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും സമയബന്ധിതമായത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിതാന്തമായ ജാഗ്രത ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേ മേൽപ്പാലം വന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും ഒരു പങ്ക് ഞാൻ പറയട്ടെ, മറുപടി നമുക്ക് പറയാം. ഗുരുവായൂർ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെൻറ്റിനോ UDF മുഖ്യമന്ത്രിക്കോ UDFിൻ്റെ ഏതെങ്കിലും നേതാവിനോ ഒരു പങ്കുമില്ല. ഇപ്പം റെയിൽവേ മേൽപ്പാലത്തിൽ തൃശ്ശൂരിൽ MP ആയിരുന്നു ശ്രീ TN പ്രതാപൻ. എന്ത് പങ്കുണ്ട് ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിൽ? ഒന്നും ചെയ്തിട്ടില്ല. പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 കോടി രൂപ. പിന്നെ പാലം പണി പൂർത്തിയായ സമയത്ത് മുകളിൽ വന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് ശരിയാ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളം ഭരിച്ചത് കൊണ്ട് മാത്രമാണ് വന്നത് എന്നത് ഗുരുവായൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ മനസ്സിലുള്ള കാര്യമാണ്. നടക്കാത്ത എല്ലാ കാര്യങ്ങളും നടന്ന കാലമാണ്.
ഗുരുവായൂർ കയ്യാൽപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം നടക്കാത്ത കാര്യം നടന്നു. ഗുരുവായൂരിൽ എത്രയോ കൊല്ലങ്ങളായി ജനങ്ങൾ അനുഭവിച്ചിരുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അസാധ്യമെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കിയ ഒരു കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലും തുടർച്ചയായി കഴിഞ്ഞ 25 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പൽ ഭരണം ഗുരുവായൂരിലും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗുരുവായൂരിൽ മാറ്റം ഉണ്ടായത്. ഗുരുവായൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ചിത്രം കാണിച്ച് ഇതാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞാലൊന്നും ഗുരുവായൂരിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു സംശയവും വേണ്ട. ഗുരുവായൂരിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നഗരസഭയിൽ അധികാരം. അദ്ദേഹം ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായി. മുൻ മുഖ്യമന്ത്രി VS അദ്ദേഹം തറക്കല്ലിട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിനോടുള്ള ഒരു അവഗണന. തീർച്ചയായിട്ടും ഞാൻ പറയാലോ, ഞാനത് വിട്ടുപോയതാ. അദ്ദേഹം തറക്കല്ലിടുന്നത് 2003 2002 ആണ്. പടിഞ്ഞാറ് നടയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തുടങ്ങുകയും അതിൻ്റെ DPR തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടെൻഡറും ചെയ്തിരുന്നു. അന്നത്തെ കൗൺസിൽ 2002 ടെൻഡറും ചെയ്തു. ടെൻഡർ നടപടികൾ പൂർത്തിയായി വരുമ്പോഴേക്കും അതിൻ്റെ എസ്റ്റിമേറ്റ് നിരക്കിൽ മാറ്റം വന്നു. എസ്റ്റിമേറ്റ് നിരക്കിൽ മാറ്റം വന്നപ്പോൾ സ്വാഭാവികമായും എടുത്ത കരാറുകാരൻ ഈ നിരക്കിൽ ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് എഴുതി കൊടുത്തു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നാൽ സാധാരണ ചെയ്യുക, ഇത് വീണ്ടും റീ എസ്റ്റിമേറ്റ് എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും റീ എസ്റ്റിമേറ്റ് എടുത്ത് വീണ്ടും ടെൻഡർ ചെയ്യുമ്പോൾ ഇയാൾ കോടതിയിൽ പോയി കേസ് കൊടുത്തു. സ്വാഭാവികമായിട്ടും അതും ഒരു നീളലുണ്ടായിരുന്നത് ശരിയാണ്. ഇപ്പോഴും കേസിലാണോ? ഇല്ല, ആ സ്ഥലത്താണ് അമ്യൂണിറ്റി സെന്റർ. ആ സ്ഥലത്താണ് 5 നിലയുള്ള അമ്യൂണിറ്റി സെന്റർ. ആ സ്ഥലം വെറുതെ കിടക്കല്ല. ആ സ്ഥലം ആ കല്ലൊക്കെ അവിടെ ോടുള്ളൊരു സ്നേഹം ബഹുമാനം കാണുമ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നുന്നുണ്ട്. കാരണം അത് നല്ല കാര്യം. ആ കല്ലൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് പകരം മനോഹരമായ അമ്യൂണിറ്റി സെന്റർ ഉണ്ട്. ആ അമ്യൂണിറ്റി സെന്റർ എന്നും ഫുള്ളാണ്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ചുരുങ്ങിയ ചെലവിൽ 10 രൂപ കൊടുത്താൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാം, അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാം, അവർക്ക് 10-50 ഉറുപ്പിക കൊടുത്താൽ സുഖമായി കിടന്നുറങ്ങാം. ഈ കൗൺസിലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയത് ഈ മുനിസിപ്പൽ ഇടതുപക്ഷ കൗൺസിലിന്റെ കൃത്യമായി പറയാം. നിങ്ങൾ ഒരു പൊതു സാധനത്തിൽ മൂത്രമൊഴിക്കണമെങ്കിൽ നിങ്ങൾ 30 രൂപയാണ് ഒരു പരിശോധനയ്ക്ക് ഞങ്ങൾ പരിശോധിച്ചൊക്കെ നിങ്ങൾ നേരത്തെ കൗൺസിലിൽ പറഞ്ഞ് ഞങ്ങൾ നോക്കിയത് അവിടെ 10 രൂപ മേടിക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയാന്നല്ലാതെ ചെയ്ത കാര്യങ്ങൾ ഇവർ തന്നെ പറയും. ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. ഗുരുവായൂർ നഗരത്തിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സംശയം വിചാരിക്കേണ്ട, ഈ വികസനം തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അതിൽ യാതൊരു സംശയവും പ്രിയപ്പെട്ട ഉദയൻ ഉണ്ടാവേണ്ടതില്ല. അതാണ് എന്തായാലും പ്രതിപക്ഷത്തിന് കൂടി നമ്മൾ ഒരു സമയം കൊടുക്കണം, അതിനുള്ള മറുപടി കൂടി. അതായത് ചെയർമാൻ ആദ്യം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിന്റെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ സംഭാവന ഗുരുവായൂരിൽ എന്താണെന്ന് ചോദിച്ചു. ഈ അമൃത് കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പ്രസാദ് പദ്ധതികൾ നഗരസഭകൾക്ക് അനുവദിക്കണമെങ്കിൽ നഗരസഭ ഒരു പ്രത്യേക റാങ്കിങ്ങിലുള്ള നഗരസഭകളാവണം എന്നൊരു ക്ലോസ് ആദ്യകാലത്തുണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭ അന്ന് C ഗ്രേഡ് നഗരസഭയാണ്. BU അല്ല, AU അല്ല, BU അല്ല, C ആണ്. സ്വാഭാവികമായിട്ടും അന്ന് TT ശിവദാസൻ ചെയർമാൻ, ഞാൻ ആ നഗരസഭ കൗൺസിലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ നേരത്തെ മേൽപ്പാലത്തിന്റെ കാര്യം പോയിട്ട് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചെവിയിൽ കേട്ട പോലെയാ. ഞാനാണ് TT ശിവദാസന്റെ കൂടെ, ഞാനും KP റഷീദും അന്നുണ്ടായിരുന്ന KP വിനോദും അടക്കമുള്ളവരാണ്. അന്ന് ഗീതാഗോപി അന്നില്ല, അതുകൊണ്ട് വേറെ ആരോ മഹിമ രാജേഷ് ആയിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് അന്നത്തെ ആ കാലഘട്ടത്തിലെ ജനപ്രതിനിധികളാണ് അന്ന് ഉമ്മൻചാണ്ടി സാറിനെ പോയി കണ്ടത്. MLA ഉണ്ടായിരുന്നു, ഗുരുവായൂരിലെ UDFന്റെ നേതാവ് CH റഷീദ് ഉണ്ടായിരുന്നു, തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അന്ന്. എല്ലാവരും ഉണ്ട്. PM മാധവേട്ടൻ ഉണ്ട് അന്ന് MLA, മണലൂർ MLA ആയിരുന്നു അദ്ദേഹം ഉണ്ട്. തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ കണ്ടപ്പോ ഇദ്ദേഹം പറഞ്ഞ് ടോള് പിരിക്കണമെന്ന് പച്ചക്കള്ളമാണ് CPM-ഉം ഇടതുപക്ഷവും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വാചകം ഉമ്മൻചാണ്ടി സാറ് ഗുരുവായൂരിന് വേണ്ടി പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം പ്രചരിപ്പിക്കാണ് ഇവരല്ലെങ്കിലും ഈ ആടിനെ പട്ടിയാക്കലും പട്ടിയെ പേപ്പട്ടിയാക്കാനും ഇവരോളം കേമന്മാര് കേരളത്തിൽ മറ്റാരും ഉണ്ടാവില്ല. ചെയർമാനൊക്കെ അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രമാത്രം PR വർക്കിലൂടെ ഗുരുവായൂർ നഗരസഭയ്ക്ക് നേരത്തെ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ല, അവാർഡുകൾ കുറെ വാങ്ങി, ഒരു ഉറുപ്പാണ് ആ പൈസ നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് മറുപടി ചെയർമാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പൊ പറഞ്ഞു വന്നത് അമൃത് പ്രസാദ് പദ്ധതി ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭ്യമാകണമെങ്കിൽ
ഞാൻ ആ കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. 2010-15 കാലഘട്ടത്തിലുള്ള കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാൾ. അവിടെ നഗരസഭയുടെ റാങ്കിൽ വ്യത്യാസം വരണം. സ്വാഭാവികമായിട്ടും നഗരസഭയുടെ ഗ്രേഡ് മാറ്റണമെങ്കിൽ അത്രമാത്രം തസ്തികകൾ വർദ്ധിപ്പിക്കണം. ജീവനക്കാരുടെ ഇതിൽ മാറ്റം വരും. ഒരു മുനിസിപ്പൽ എഞ്ചിനീയർ പോരാ, 2 മുനിസിപ്പൽ എഞ്ചിനീയർമാർ വേണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായിട്ടുള്ള കാറ്റഗറിയിൽ മാറ്റം വരും. ജീവനക്കാരുടെ വർധനവ് വരും. വലിയ ശമ്പള വർധനവ് വരും. വലിയൊരു ബാധ്യതയായി മാറും സ്വാഭാവികമായിട്ടും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും. അതൊന്നുമില്ലാതെ യാതൊരു വക ജീവനക്കാരുടെ വർധനവോ സാമ്പത്തിക ബാധ്യതയോ നഗരസഭയ്ക്ക് ഏൽക്കാത്ത രീതിയിൽ ഈ വികസനത്തിനുള്ള ആനുകൂല്യങ്ങൾ ഗുരുവായൂരിന് ലഭിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് അന്നത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച് ഗുരുവായൂർ നഗരസഭയെ A ഗ്രേഡ് നഗരസഭയാക്കുന്നത്. ആ A ഗ്രേഡ് നഗരസഭ ആയതിനു ശേഷമാണ് ആദ്യ അമൃത് പദ്ധതി ഗുരുവായൂരിന് ലഭ്യമാവുന്നത്. പിന്നീട് ഇപ്പൊ ആ ക്ലോസിന് യാത്ര പ്രാധാന്യമില്ല തോന്നുന്നു. ഇപ്പൊ ഒരുവിധ നഗരസഭകൾക്കൊക്കെ അത്തരത്തിലുള്ള ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി അമൃത് പ്രസാദ് പദ്ധതി ഫണ്ട് കേരളത്തിലേക്ക് അനുവദിച്ചപ്പോൾ അതിനെ ഗുരുവായൂരും കോഴിക്കോടും അടക്കമുള്ള കോർപ്പറേഷൻ നഗരസഭയും അനുവദിക്കപ്പെട്ടത്. അന്ന് ഈ ഒരു മാറ്റം ഗുരുവായൂരിന് വരുത്തിക്കൊണ്ടാണ്. ആ ഉമ്മൻചാണ്ടി സാറിനെ എന്താണ് ചെയ്തത് എന്ന് ചെയർമാൻ വിശേഷിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. വളരെ ഖേദകരമായി പോയി. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ അദ്ദേഹം എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അന്ന് ഞാനടക്കം അതിനുവേണ്ടി ഉമ്മൻചാണ്ടി സാറിനെ സമീപിച്ചിട്ടുള്ള ഒരാളാണ്. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി രഘുറാം. ആ രഘുറാമിന് പ്രൊമോഷനായിട്ട് ഈ പദ്ധതിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ പദ്ധതി സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഡൽഹിക്ക് പോകുമ്പോൾ എത്രയോ മാസങ്ങൾ ഗുരുവായൂർ നഗരസഭയ്ക്ക് എടുത്ത് അന്നത്തെ ചെയർമാനും TT ശിവദാസനടക്കം ബഹുമാനപ്പെട്ട അന്നത്തെ ചെയർമാനും അടക്കം ഞാൻ അതിൻ്റെ ഒരു ടൗൺ പ്രദേശത്ത് പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ MLCP നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽ അന്ന് അദ്ദേഹം ശിവദാസൻ അടക്കമുള്ളവർ ചോദിച്ചു മനസ്സിലാക്കിയത് ഒരു പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ലഭ്യമാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറ് ഗുരുവായൂരിനോട് കാണിച്ച വലിയൊരു മഹാമനസ്കമുണ്ട്, വലിയൊരു ദീർഘവീക്ഷണമുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. പിന്നെ ഇവർ പറയുന്നത് ഇനിയും ഗുരുവായൂർ നഗരസഭയിൽ ഇടതുപക്ഷം ഭരണത്തിൽ വരുന്ന എന്താവും ഗുരുവായൂർ നഗരസഭയിലെ ജനങ്ങളുടെ ദുരിതം. അവരെ വെറുതെ വിടാനുള്ള ഉദ്ദേശം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ചെയർമാന്റെ വാദത്തിലൂടെ മനസ്സിലാവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഗുരുവായൂരിലെ 46 വാർഡിലും ഗുരുവായൂരിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ചെയർമാൻ എനിക്ക് മുമ്പ് അവിടെ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ഗുരുവായൂർ ജനത മടുത്തിരിക്കുന്നു, സത്യത്തിൽ മടുത്തിരിക്കുന്നു. ഗുരുവായൂരിൽ എത്തുന്ന തീർത്ഥാടകർ മാത്രമല്ല, ഗുരുവായൂർ നിവാസികൾക്ക് എന്ത് സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവർ ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ ഇവിടെ റോഡിന്റെ ഓരത്തിൽ കുറച്ച് കൊണ്ടുപോയിട്ട് കോറി വേസ്റ്റ് അടിച്ചിരിക്കുക, മെറ്റൽ അടിച്ചിരിക്കുക. ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അമ്മമാര് ഓരോരോ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ കൊടുക്കില്ലേ, ആ രീതിയിൽ ഇവര് പല റോഡുകളുടെയും സൈഡിലും മെറ്റലും പൂയും മണലും ഒക്കെ കൊണ്ട് അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശരിയാക്കും മറ്റേ സിനിമയിൽ പറഞ്ഞത് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ പോലത്തെ രീതിയാണ് ചെയർമാന്റെ ഈ അഭ്യാസം, ചെയർമാൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ അഭ്യാസമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ വിലപേശാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ഇടതുപക്ഷം ഈ 13-ാം തീയതിക്ക് ശേഷം ഗുരുവായൂർ നഗരസഭയിൽ അധികാരത്തിൽ ഉണ്ടാവില്ല. ഒരു തർക്കവും അതിലില്ല. മേൽപ്പാലം ടോള് പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ്. ഇവർക്കൊരു PR വർക്ക് ഉണ്ട് ഗുരുവായൂരിൽ. ചെയർമാൻ പറയാം, അയ്യോ PR വർക്ക് എനിക്ക് അറിയില്ല. എവിടെ ചർച്ചയിലും ചെയർമാൻ പറയുന്ന ഒരു കാര്യമാണത്. ഇവരൊരു ഡിജിറ്റൽ റൂം തുറന്നിട്ടുണ്ട്. PR വർക്ക് കൊണ്ട് കിട്ടുന്നതാണോ ദേശീയ അംഗീകാരങ്ങൾ? എന്റെ സംശയം, നിങ്ങൾ ഈ ദേശീയ അംഗീകാരം എന്ന് വിചാരിച്ചത് എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ഇത് തിരുവനന്തപുരത്തെയോ ഡൽഹിയിലെയോ ആളുകൾ ഇവിടെ വന്നിട്ട് എല്ലാ സ്ഥലം ജനങ്ങളുടെ അടുത്ത് പരിശോധിച്ചിട്ടും തയ്ക്കിട്ട് വേണമെന്നാണോ? ഇവര് ക്ഷേത്ര നടയിൽ 10ഓളം ജീവനക്കാരെ ഡെയിലി വേസിന് നിർത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ നല്ല തിരക്കുള്ള ദിവസം, ചിങ്ങമാസത്തിലൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ 200-250 കല്യാണങ്ങൾ ചെയർമാൻ മൈക്ക തട്ടി പറഞ്ഞു ശ്രദ്ധിക്കണം. 250 കല്യാണങ്ങളുടെ ദിവസം വരും. 10,000-കണക്കിന് ആളുകളാണ് ഗുരുവായൂരിലേക്ക് അന്ന് എത്തുക. ഈ ആളുകളുടെ അടുത്ത് മുഴുവൻ ഇവര് 10 ജീവനക്കാരെ നഗരസഭയിൽ നിന്ന് നിയമിച്ച് ക്ഷേത്ര നടയിലെ 4 നടയിലും, പടിഞ്ഞാറ് നടയും കിഴക്കേ നടയും തെക്കേ നടയും വടക്കേ നടയിലും ഇവര് 44 സ്റ്റാഫുകളെ അവിടെ ഡ്യൂട്ടിക്കിടും. എന്നിട്ട് മൊബൈൽ കൊടുത്തിട്ട് ഒരു ആപ്പ് ഉണ്ട് ഇതിന്, ആ ആപ്പിൽ ഒട്ടിയിരിക്കുകയാണ്. അതാണ് ഇവരുടെ പുരസ്കാരം. യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എന്തെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരി ക്യാമറാമാനും കൂടിയിട്ട് ഒന്ന് എന്റെ കൂടെ വന്ന ഗുരുവായൂരിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇവര് ഗുരുവായൂർ നഗരസഭയുടെ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിന്റെ തൊട്ടപ്പുറത്ത് ആ കിച്ചൺ ബ്ലോക്കിന്റെ സൈഡിൽ ഇവരൊരു ഡിജിറ്റൽ റൂം ഉണ്ട്. ഇപ്പൊ ചെയർമാൻ അത് ഒന്നും കൂടി സൗകര്യത്തിന് വേണ്ടി ഒരു ചെയർമാന്റെ ഓഫീസിനെ നേരെ താഴത്തേക്ക് തന്നെ ആക്കാൻ വേണ്ടി പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെ, അങ്ങോട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഡിജിറ്റൽ റൂമിൽ ഇരുന്നിട്ട് ഇവര് PR വർക്കാണ്. നിങ്ങൾ ആ ചക്കനടം പ്രദേശം ഒന്ന് പോയി കാണും ദയവ് ചെയ്തിട്ട്. ഞാൻ ചെയർമാൻ എന്ത് മനസാക്ഷി വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താ? മനുഷ്യ വിസർജനം അടക്കം ഗുരുവായൂരിൽ വലിയ തോടുകളിലൂടെ ഒഴുകിപ്പോയി അവിടെ ആകെ പരന്ന് കിടക്കുകയാണ് ഒരു പ്രദേശത്ത് മുഴുവൻ. ഈ പറയുന്നതൊന്നുമില്ല. ചെയർമാൻ നമ്മളെ കൊണ്ടുപോവുക, ആകെ കൊണ്ടുപോവുക ഇന്നർ റിംഗ് റോഡും ഔട്ടർ റിംഗ് റോഡും. ഗുരുവായൂർ ദേവസ്വം നഗരസഭയുടെ കീഴിലാണോ? അല്ലേ? എന്റെ ജനാധിപത്യ ബോധം അനുസരിച്ച് ഇവിടുത്തെ പ്രോട്ടോകോൾ പ്രകാരം ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ നഗരസഭയുടെ കീഴിലാണ്. കാരണം ഇത് എലക്ടഡ് ജനപ്രതിനിധികളാണ്, അവിടെ നോമിനേറ്റഡ് ജനപ്രതിനിധികളാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മാലിന്യ സംസ്കരണം ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടും എന്നുള്ളതാണ് എന്റെ ചെറിയ അറിവ്. എന്റെ വാർഡിൽ തിരുത്തിക്കാട്ട് പ്രദേശം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ചെയർമാനൊക്കെ വളരെ അടുത്തറിയുന്നതാണ്. വേനൽക്കാലമായ തീ കത്തും, വർഷക്കാലമായ മലിനജലം ഒഴുകും. എന്താ ഇതിന് കാരണം എന്നറിയോ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും ഇന്നലെ വരെ എന്റെ മൊബൈൽ എടുക്കാൻ എന്നെ അനുവദിച്ചാൽ ഇന്നലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2 ട്രാക്ടർ വേസ്റ്റ് ആ തിരുത്തിക്കാട്ട് പറമ്പിൽ കൊണ്ടടിക്കുന്ന ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലക്സ് അടിച്ചു വെക്കാൻ പോവാണ്. ഇവരുടെ മാലിന്യ സംസ്കരണം 100% എന്ന് ഇവർ അവകാശപ്പെട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട് അവകാശപ്പെടുമ്പോഴും ഇവർ അവാർഡ് വാങ്ങി കൂട്ടുമ്പോഴും ഈ മാലിന്യം ഗുരുവായൂരിൻ്റെതല്ലേ എന്ന് ചോദിച്ച് ഞാൻ ഗുരുവായൂരിന്റെ മഞ്ജുളാലിന്റെ പരിസരത്ത് ബോർഡ് വെക്കാൻ പോവാ. കാരണം ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന പ്രദേശത്താണ് തിരുത്തിക്കാട്ട് പറമ്പ് എന്ന് പറഞ്ഞ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിക്ക് വേണ്ടി അക്വയർ ചെയ്തെടുത്ത സ്ഥലം. അവിടെ മാലിന്യ കൂമ്പാരമാണ്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര പരിസരത്തെ മുഴുവൻ മാലിന്യങ്ങളും ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയോടക്കം ഞാൻ നേരിട്ട് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. പരാതി മന്ത്രി നേരിട്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാനെ എന്റെ മുന്നിൽ വിളിച്ചു വരുത്തി സംസാരിച്ചാണ്. ഈ ചെയർമാൻ എന്റെ വാർഡിൽ ആ പ്രദേശത്ത് സ്ഥലം സന്ദർശിച്ചിട്ടുള്ള ആളാണ്. നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും, ശുചിത്വ മിഷന്റെ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും ഞാനിത് കേരളത്തിൽ മൊത്തം എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് ഗുരുവായൂരിന്റെ ഹൃദയഭാഗത്താണ്. ഇവർ ഇതിനെ കണ്ടില്ലെന്ന് നടിച്ച് ഇവർ മാലിന്യ സംസ്കരണ രംഗത്ത് 100% വിജയം എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിന് പറയേണ്ട ഭാഷ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നാണവും മാനവുമില്ലാതെ ഈ മാലിന്യം മുഴുവൻ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുമ്പോഴും ഇവർ മാലിന്യ സംസ്കരണത്തിൽ 100% വിജയം എന്നാണ് അവകാശപ്പെടുന്നത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇപ്പൊ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ മൊബൈലിൽ ഇന്നലെയും മിനിയാന്നും ദിവസം അവിടെ മാലിന്യം കൊണ്ടടിക്കുന്ന വീഡിയോയും ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചെയർമാൻ, അദ്ദേഹം തെളിവ് സഹിതമാണ് പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയൊരു നഗരസഭ തന്നെയാണ്. ഇത് പറയുന്നത് ഉദയന്റെ വാർഡിലാണ്. സ്വന്തം വാർഡിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്നതിൽ അത് തടയാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായാവസ്ഥ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ മേന്മയുടെ മുകളിലേക്ക് കയറലല്ല. സ്വന്തം വാർഡിൽ അത് തടയാൻ പോലും ഉദയന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയട്ടെ, എത്രയോ തവണ ഞാൻ അതിൽ പ്രതിഷേധിച്ചു, വണ്ടി തടഞ്ഞു വെച്ചു, ഞാൻ പരാതി കൊടുത്തു. ഇത് ചെയ്യേണ്ട ആളാണ് ബഹുമാനപ്പെട്ട ഗുരുവായൂർ നഗരസഭ എന്റെ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഗുരുവായൂർ ദേവസ്വം ചെയർമാനോ അതിന്റെ ഭരണാധികാരികളോ ഇത് വകവെച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ശ്രദ്ധയിൽ വന്ന സന്ദർഭങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരെ ഞാൻ ബന്ധപ്പെടുകയും അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വകാര്യ സ്ഥലമാണ്, അവരുടെ സ്വന്തം സ്ഥലമാണ്. സ്വാഭാവികമായും അമ്പലത്തിൽ ബാക്കി വരുന്ന ചെരുപ്പും മറ്റു സാധനങ്ങളും ഈ സ്ഥലത്ത് അവർ കൂട്ടിക്കൊണ്ടുപോയി വെക്കുന്നുണ്ടെന്ന് ശരിയാ. അത് കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ കൃത്യമായി അത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് മറ്റേതൊക്കെ ഞാൻ പറയട്ടെ, അത് ശരിയല്ല. എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരാൾക്കും ഒരു പ്രശ്നം ഈ ചെയർമാന്റെ കൂടെ സജീവ പ്രവർത്തകനായ ചെയർമാന്റെ സ്വന്തം സംഘടനയിലെ സജീവ പ്രവർത്തകന്റെ കുടുംബം ഒരു ആശുപത്രിയിൽ പോയി. ചെയർമാനെ കണ്ടില്ല. അതൊക്കെ ഞാൻ പറയട്ടെ, ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു അഭ്യാസം എന്നതിനപ്പുറം
മാലിന്യ സംസ്കരണത്തിൽ നിന്നും ഗുരുവായൂർ നഗരസഭയുടെ നേട്ടത്തെ ഇവരെന്ത് പറഞ്ഞാലും കളങ്കപ്പെടുത്താനാവില്ല. അത് ഗുരുവായൂരിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞു സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായി ഞങ്ങൾ കൂലിക്ക് ആളെ വെച്ചിട്ട് അല്ലേ. ഉദയ ഈ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താ സ്വച്ഛ് സർവേഷൻ? ശുചിത്വ സർവേയാണ്. ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഗുരുവായൂർ, നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണോ? അപ്പോൾ അവർ പറയുന്ന സാധനമാണ് അതിൻ്റെ അഭിപ്രായമായിട്ട് പോകുന്നത്. വരുന്ന മഹാഭൂരിപക്ഷം ആളുകളും പറയാണ് വളരെ നല്ലതാണ്, ഏറ്റവും ശ്രദ്ധേയമാണ് ഗുരുവായൂർ, വലിയ മാറ്റത്തിൽ. ഇത് പറയുന്നതിന് വിഷമിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യണ്ടേ, അവരുടെ അഭിപ്രായം കേൾക്കണ്ടേ? തീർത്ഥാടകർ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൽ ജീവിക്കുന്ന 71,000 വരുന്ന ജനങ്ങൾ മാത്രമല്ല, ഇവിടെ വന്നു പോകുന്ന ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അത് എല്ലാ നഗരസഭകളും എല്ലാ മുനിസിപ്പാലിറ്റിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയി നോക്കൂ, റെയിൽവേ സ്റ്റേഷനിൽ പോലും ഈ ശുചിത്വ സർവേയുടെ ആളുകളുണ്ടാവും. അവർ ചോദിക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് ഇതിങ്ങനെ പോരാ, അപ്പോൾ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അതിലെന്താ തെറ്റ്? പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതൊക്കെ PR വർക്ക്. ഇത് ഉദയന് കുറേ കാലങ്ങളായി എവിടുന്നോ കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്വയം രാഷ്ട്രീയാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ PR വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട്, അതിന് PR വർക്ക് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, അത് നിങ്ങൾ പറയണത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചെയ്ത കാര്യങ്ങൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതൊക്കെ ഇതൊക്കെ ഒരു തരം എന്താ പറയുക അഭ്യാസം കാണിച്ചിട്ട് കിട്ടുകയാണ്. എന്തടിസ്ഥാനത്തിൽ ഈ പറയുന്നത്? ഗുരുവായൂർ നഗരസഭയ്ക്ക് കിട്ടാത്തൊരു അവാർഡില്ല. ഞാൻ പറയട്ടെ, പൈസ നിൽക്കട്ടെ, ഞാൻ പറയട്ടെ ഉദയ ഇങ്ങനെ അസ്വസ്ഥരാവില്ല, ഞാൻ പറയട്ടെ ഈ നഗരസഭയ്ക്ക് ഒരുപാട് അവാർഡ് കിട്ടി. ഏറ്റവും അവസാനം കിട്ടിയ ഒരു അവാർഡിൻ്റെ പേര് ആർദ്ര കേരള പുരസ്കാരം എന്നാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നഗരസഭകൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച നഗരസഭ എന്ന നിലയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചു. ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചപ്പോൾ ഈ ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിക്കുന്നതിൻ്റെ ഒപ്പം 3 നഗരസഭകൾക്ക് വേറെയും കിട്ടിയിട്ടുണ്ട്. അത് ഒരെണ്ണം കിട്ടിയത് UDF നഗരസഭയ്ക്കാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അവാർഡ് ഒന്ന് LDFന് തരുമ്പോൾ അത് ഇഷ്ടക്കാർക്ക് കൊടുക്കുകയും UDFന് വരുമ്പോൾ അത് ശരിയാണെന്ന് പറയുന്നത് ശരിയാണോ? ഇതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇതിന് മാത്രമല്ല, ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ അർഹമായ അംഗീകാരങ്ങളാണ്. ഈ ആർദ്ര കേരള പുരസ്കാരം കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോളിൻ്റെ പ്ലാറ്റിനം അവാർഡ് സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഗുരുവായൂർ നഗരസഭയിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റത്തിന് അവർ വന്ന് പരിശോധിച്ചിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ അവാർഡിൻ്റെ പേരാണ് പരിസ്ഥിതി മിത്രം അവാർഡ്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് വന്ന് പരിശോധന നടത്തി, അവരൊരു മാനദണ്ഡം ഉണ്ടാക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. എന്താ കിട്ടാൻ കാരണം? 11 ജലാശയങ്ങളാണ് ഗുരുവായൂർ നഗരസഭയിൽ ഞങ്ങൾ നവീകരിച്ചു. 11 ജലാശയങ്ങൾ. ചാട്ടുകുളം കുളം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാ. ഏകദേശം ചാട്ടുകുളം കുളത്തിന് സമാനമായിട്ടുള്ള 2 കുളങ്ങൾ ഉൾപ്പെടെ 11 കുളങ്ങൾ 8 കോടി രൂപ ചെലവഴിച്ച് വീണ്ടെടുത്ത് അതിൻ്റെ ഭാഗമായി ആ പരിസരത്തുള്ള എല്ലാ വീടുകളിലെ കിണറുകളിലും നല്ല വെള്ളം ഉണ്ടാവുന്ന, ഏത് കാലത്തും വെള്ളമുണ്ടാവുന്ന സ്ഥിതി ഉണ്ടാക്കുന്നതിലൂടെ പരിസ്ഥിതിയിൽ ഗുരുവായൂർ നഗരസഭ നടത്തിയ ഇടപെടലിനാണ് പരിസ്ഥിതി മിത്ര അവാർഡ്. മാലിന്യമുക്ത കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചതിനാണ് അവാർഡ്. സ്വച്ഛ് സർവേഷനായാലും സ്വച്ഛതാ ലീഗിലായാലും നഗരസഭകൾ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ അവാർഡുകൾ തന്നെ കിട്ടുമ്പോൾ പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ 25 വർഷക്കാലത്തിനുള്ളിൽ ഗുരുവായൂർ നഗരത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിലൊരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രതിപക്ഷം എന്ത് പറയുന്നു ഞങ്ങൾ നോക്കാറില്ല. ഗുരുവായൂർ നഗരസഭയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിനും പലപ്പോഴും ഭിന്നാഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി ജനങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലം ഗുരുവായൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തുടരണം എന്നാണ് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം. നമ്മുടെ സമയം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടി താങ്കൾക്ക് അനുവദിക്കാം. ഇതിലേ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, ചെയർമാൻ കണ്ണടച്ചാൽ ചെയർമാന് മാത്രമേ ഇരുട്ടാവൂ. അത് ഗുരുവായൂരിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഇരുട്ടാവില്ല. ചെയർമാൻ എന്തൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞാലും ഗുരുവായൂരിലെ ജനങ്ങൾ അനുഭവിച്ച
ദുരിത കാലമാണ് 25 വർഷം എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു സൂചനയാണ് പല പ്രദേശത്തും ഗുരുവായൂർ നഗരസഭയ്ക്കെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ. അത് അതിന്റെ 100% അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അവിടെ സജീവ സാന്നിധ്യമായിരുന്ന, സജീവ പങ്കാളികളായിരുന്ന എത്രയോ ആളുകളാണ്, 100 കണക്കിന് പ്രവർത്തകരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും പിന്തുണച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അതൊരു സൂചന മാത്രമാണ്. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഗുരുവായൂർ നഗരസഭയിൽ പ്രതിഫലിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭയിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഗുരുവായൂർ നഗരസഭയിൽ അധികാരത്തിൽ വരും. ഇതിൽ കൂടുതൽ എന്തൊരു ആത്മവിശ്വാസമാണ് ഞാൻ ചെയർമാനോട് പറയേണ്ടത്? ഇനി ചെയർമാന് പറയാൻ വൈക്ക് കൊടുക്കരുത്. ഒറ്റ വാക്ക് 2010 മുതൽ UDF-ഉം പ്രിയപ്പെട്ട ഉദയനും പറയണതാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. അവരുടെ മോഹമായി തന്നെ തുടരും. എന്തായാലും വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാണ്. കഴിഞ്ഞ 25 വർഷമായി തുടരുന്ന ഭരണം നിലനിർത്താനാവുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ LDF പോർക്കളത്തിലെത്തുമ്പോൾ PR വർക്കിലൂടെ നേടിയെടുത്ത അംഗീകാരങ്ങൾ ജനം തിരിച്ചറിയുമെന്ന ആരോപണത്തിലൂടെ പ്രതിപക്ഷം തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കൃഷ്ണദാസ് വളരെയധികം നന്ദി. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. ഒരു കൈ കൊടുത്തിട്ട് നമുക്ക് പിരിയാം അല്ലേ? ഓക്കെ, എന്തായാലും ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്ത ഇരുവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.